നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രി ഒന്നായിരുന്നുവെങ്കിലും പ്രതിപക്ഷ നേതാക്കൾ രണ്ടായിരുന്നു. ഒന്ന് പ്രഖ്യാപിത വി.ഡി. സതീശൻ, രണ്ട് സ്വയം പ്രഖ്യാപിത രമേശ് ചെന്നിത്തല. 5 വർഷം കണ്ട മുഖ്യമന്ത്രി കസേര എന്ന സ്വപ്നം ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ദുസ്വപ്നമായി മാറുമെന്ന് കരുതിയിട്ടേയുണ്ടാകില്ല രമേശ് ചെന്നിത്തല. ദുസ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണർന്ന ബാക്കിയുള്ള പ്രതിപക്ഷ നേതാവിന്റെ കസേര പിടിക്കാനായി ഓടുമ്പോഴേക്കും അതാവിടെയിരിക്കുന്നു വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലിരുന്ന പൊടി തട്ടിക്കളയാനുള്ള സമയം പോലും കൊടുത്തില്ല രമേശ് ചെന്നിത്തലയ്ക്ക് വി.ഡി. സതീശൻ. എങ്കിലും അങ്ങനെയങ്ങ് വിട്ടുകൊടുക്കാനാകുമോ ചെന്നിത്തലയ്ക്ക്? പിന്നീടങ്ങോട്ട് 2 പ്രതിപക്ഷ നേതാക്കൾ, 2 അഭിപ്രായം, 2 വാർത്താ സമ്മേളനം, അങ്ങനെ തുടർന്നു കഥ. പക്ഷേ അല്പം പണിപ്പെട്ടാണെങ്കിലും രമേശിന് ചെക്കുവെച്ചു സതീശൻ. പിന്നീടുള്ളതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്ന കഥ. അങ്ങനെ പോകുമ്പോഴതാ വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ. 2026 ഒരുപക്ഷെ തന്റെ ലാസ്റ്റ് ബസ്സാണെന്ന് മനസ്സിലാക്കിയ ചെന്നിത്തല ഇന്ധനം തീർന്ന വണ്ടി തള്ളാനിറക്കിയത് NSSനെയും SNDPയെയും. ചെന്നിത്തല വരണമെന്ന് സാമുദായിക നേതാക്കൾ പറയുമ്പോൾ അതിനർത്ഥം സതീശൻ മാറി നിൽക്കണമെന്നാണെന്ന് നമ്മളെക്കാൾ മുൻപേ മനസ്സിലാക്കിയ സതീശൻ സ്വയം കണ്ണടച്ചാൽ ആർക്കൊക്കെ ഇരുട്ടാകും. കോൺഗ്രസിൽ യോഗ്യൻ സതീശനല്ല രമേശനാണെന്ന് പറയുമ്പോൾ CPIഎമ്മിന്റെ ഭരണം അവസാനിച്ചു എന്നർത്ഥം വ്യാഖ്യാനിച്ച് കൂടെയുള്ളവരെ വിശ്വസിപ്പിച്ച വി.ഡി. സതീശനായിരിക്കുമല്ലേ അപ്പോൾ കോൺഗ്രസിലെ കൺവിൻസിംഗ് സ്റ്റാർ? ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുകയാണ് ചെന്നിത്തലയുടെ തിരിച്ചുവരവ്. ഈ വിഷയത്തിൽ അതിഥികളായി ചേരുന്നത് AK ഷാനിബ CPIഎമ്മിൽ നിന്നും, A സജീവൻ മാധ്യമപ്രവർത്തകൻ, രാജേന്ദ്രൻ പന്തളം മാധ്യമപ്രവർത്തകൻ എന്നിവരാണ്. ആദ്യം ശ്രീ രാജേന്ദ്രൻ പന്തളം, NSSും SNDPയും ഒക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് കൈ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചെന്നിത്തലയോടുള്ള പ്രിയമാണോ, അതോ 1.5 വർഷത്തിനപ്പുറം ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനിരിക്കുന്ന സംസ്ഥാനത്ത് അവിടുത്തെ കോൺഗ്രസ് ലീഡർഷിപ്പിനും കോൺഗ്രസിന്റെ ഉറച്ച വോട്ട് ബാങ്കുകൾക്കും നൽകുന്ന സതീശൻ വിരുദ്ധ മെസ്സേജാണ്? നമസ്കാരം. ചോദ്യം അസിത ചോദിച്ച ചോദ്യം പൂർണ്ണമായിട്ട് കേട്ടില്ല, എങ്കിലും ഞാൻ മറുപടി പറയാം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പാരമ്പര്യം തന്നെയുണ്ട്. അവരെ വിജയിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അവസരത്തിൽ തമ്മിലടിച്ച് അത് പാഴാക്കി കളയുക എന്നുള്ളൊരു പാരമ്പര്യമുണ്ട്. 2016 VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ നമുക്കറിയാം ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള വ്യത്യാസം കേവലം 2 MLAമാരുടേത് മാത്രമായിരുന്നു. 69-71 എന്നുള്ളതായിരുന്നു അന്നത്തെ സമവാക്യം. അന്ന് ഫലിതരൂപേണ VS അച്യുതാനന്ദൻ പറഞ്ഞ സുപ്രസിദ്ധമായ ഒരു വാക്യമുണ്ട്: ഏതെങ്കിലും ഒരു ഭരണകക്ഷി MLA മൂത്രമൊഴിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ താഴെ വീഴുന്ന ഒരു ഭരണകൂടമാണ് ഇത് എന്ന് നമുക്കെല്ലാം ഓർമ്മയുള്ളത്. ഒരു പക്ഷേ അന്ന് വിജയസാധ്യത ഏറെയുള്ള ഒരു കാലഘട്ടമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച്. അന്ന് പക്ഷേ ഉമ്മൻചാണ്ടിയാണോ മുഖ്യമന്ത്രി അതോ രമേശ് ചെന്നിത്തലയാണോ എന്നുള്ള ഒരു മത്സരമോ അല്ലെങ്കിൽ വികല്പമോ സംശയമോ ഒക്കെ ഉണ്ടായതിൻ്റെ പേരിൽ വൻതോതിൽ UDFന് കിട്ടേണ്ട വോട്ടുകൾ ചോർന്നു പോവുകയും അത് അവർക്ക് വൻ ഭൂരിപക്ഷം കിട്ടുന്നതിൽ നിന്ന് നേരിയൊരു ഭൂരിപക്ഷത്തിലേക്ക് അവരെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. എന്നതുപോലെ ഇപ്പോൾ 3ാം തവണയാവുമ്പോൾ അതിന് ശക്തമായിട്ടുള്ള ഒരു ഭരണപക്ഷ വികാരം തീർച്ചയായിട്ടും സാധാരണഗതിയിൽ ഉണ്ടാവാറുണ്ട്. അത് മുതലെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് സാധാരണ പ്രതിപക്ഷം നടത്തുക. പക്ഷേ കോൺഗ്രസിൽ ഇത് നേരെ വിപരീതമായിട്ടാണ്. അതായത് ആരാവും മുഖ്യമന്ത്രി ഉള്ളതിലാണ് അവരുടെ ഊന്നൽ വരുന്നത്. സാധാരണഗതിയിൽ ഏത് പാർട്ടി ആയാലും ജയിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിൻ്റെ ദേശീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം BJP ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. കേന്ദ്ര നിരീക്ഷകൻ വരിക, സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട MLAമാരുമായി ഇരിക്കുക, അവരത്തെ ഓരോരുത്തരെയും പ്രത്യേകമായും കണ്ടതിനു ശേഷം അവരുടെ അഭിപ്രായങ്ങൾ അനുസരിച്ചുള്ളൊരു തീരുമാനം അറിയിക്കുകയും അതനുസരിച്ച് മുഖ്യമന്ത്രി, ഉപമുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പദവികളിലേക്കുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുകയുമാണ് സാധാരണഗതിയിൽ അതിൻ്റെ ഒരു ഫോർമുല. അവിടെ ആ തർക്കങ്ങളോ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇപ്പോഴേ 1.5 വർഷം അപ്പുറത്ത് നിൽക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അതിനു വേണ്ടിയിട്ട് ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത് എന്തിനാണ്? അവിടെ പല ചേരികൾ വരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഭൈമീ കാമുകന്മാർ പലരാണ്. മുഖ്യമന്ത്രിയാവാൻ കൊതിച്ചിരിക്കുന്ന പലരുമുണ്ട്. അധികാരമോഹം എന്ന് പറയുന്ന ജീർണത കോൺഗ്രസിന് ഇല്ല എന്ന് തീരെ പറയാനാവില്ല.
കെ സുധാകരൻ തന്നെയുണ്ട്, KC വേണുഗോപാലുണ്ട്, അതുപോലെ രമേശ് ചെന്നിത്തലയുണ്ട്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ സമർത്ഥമായിട്ട് വിജയം കൊയ്ത നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശനുണ്ട്. അങ്ങനെ ഒരു പരമ്പര തന്നെ മുഖ്യമന്ത്രി പദം മോഹിച്ചുകൊണ്ട്, തീർച്ചയായിട്ടും പാർലമെൻ്ററി വ്യാമോഹത്തിന് അതീതമായൊരു പാർട്ടിയല്ല. അങ്ങനെ ഒരു നിലയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതിപ്പോൾ NSS നേതൃത്വം കഴിഞ്ഞ 17 വർഷമായിട്ടുള്ള അതിൻ്റെ വൈരം, രമേശ് ചെന്നിത്തലയോടെയുള്ള ആ വൈരം മറന്നിട്ട് അദ്ദേഹത്തിനെ പ്രഭാഷകനായിട്ട് അതിൽ ഞാൻ വളരെ ഡയറക്റ്റായി അങ്ങോട്ട് ചോദിക്കാൻ ശ്രമിച്ചത്, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിലനിൽക്കുന്നുണ്ട്, ശരിയാണ്. പക്ഷെ നോക്കൂ, ഇവിടെ ഇപ്പോൾ NSS ആയാലും അതിനുശേഷം SNDP അല്പം കൂടി വളരെ വ്യക്തമായി പറയുന്നുണ്ട്, അത് സതീശൻ വിരുദ്ധ വികാരമാണ്. ഇപ്പോൾ ഇവിടെ AK ഷാനിബ് ചർച്ചയിലുണ്ട്. AK ഷാനിബ് ഉൾപ്പെടെ കോൺഗ്രസിൽ നിന്നും കലഹിച്ചു പുറത്തുപോയ ഒരു കൂട്ടം നേതാക്കൾ പറഞ്ഞത് എന്തോ അതുതന്നെ. അതിനൊക്കെ പുറത്തു നിൽക്കുന്ന ആളുകളും പറയുമ്പോൾ സതീഷിനെതിരെ ഒരു വികാരമുണ്ട് എന്നും അവിടെ തിരുത്തലുകൾ ആവശ്യമുണ്ട് എന്നും, അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെന്നിത്തലയാണ് യോഗ്യനെന്നും, അങ്ങനെ ഒരു നറേഷൻ അതിൽ വരികയാണെങ്കിൽ സതീശൻ എന്തൊക്കെയോ സ്വയം തിരുത്താനുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം. പക്ഷേ VD സതീശൻ അതിനെ അങ്ങനെയാണോ കാണുന്നത്? അല്ല, VD സതീശനാണ് ഒരു പക്ഷേ കുറച്ചുകൂടി ഇടതുപക്ഷത്തേക്ക് നിൽക്കുന്ന നേതാവ്. കാരണം സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ ഞാനില്ല എന്ന് ധൈര്യമായിട്ട് പറഞ്ഞ ഒരു നേതാവ്. പക്ഷേ പ്രായോഗികമായി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സമുദായ നേതാക്കളുടെ പിന്തുണയില്ലാതെ, സഭകളുടെ പിന്തുണയില്ലാതെ ഇവിടെ ജയിക്കാനേ പറ്റുകയില്ല. അതാണ് അന്തരീക്ഷം. അവരുടെ സൗഹാർദ്ദത്തിൽ നയപരമായിട്ട് പോകുന്ന നേതാവ് രമേശ് ചെന്നിത്തലയാണ്. അതുകൊണ്ട് തന്നെയാണ് പെരുന്നയിലെ NSS നേതൃത്വം അദ്ദേഹത്തെ നേരത്തെ തന്നെ 2016 തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയാകണമെന്ന് സുകുമാരൻ നായർ അഭിലഷിച്ചത്. ഇപ്പോഴും അവരത് തന്നെയാണ് അഭിലഷിക്കുന്നത്. മറുവശത്ത് ഇപ്പോൾ പ്രബലമായ കേരളത്തിലെ ഏറ്റവും ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഈഴവ സമുദായത്തിൻ്റെ പിന്തുണ കൂടി മുഴുവനെന്നല്ല ഞാൻ പറയുന്നത്, ഭാഗികമായിട്ടെങ്കിലും വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകളിലൂടെ, അതായത് സംസാരിക്കാൻ നല്ലവനായിട്ടുള്ള ആൾ രമേശ് ചെന്നിത്തലയാണ്. ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ VD സതീശൻ പണ്ട് ഈ സമുദായ നേതാക്കന്മാരെയൊക്കെ ഇകഴ്ത്തി കാട്ടിക്കൊണ്ടും ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു വിപ്ലവാത്മകമായിട്ടുള്ള പ്രസ്താവന നടത്തി. ആ പ്രസ്താവനയാണ് ഒരു പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ ചൊടിപ്പിച്ചിട്ടുള്ളത് എന്ന് മാത്രമല്ല. പൊളിറ്റിക്കൽ ലീഡർക്കാകണം ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ പക്ഷേ VD സതീശൻ ആ സമീപനത്തിൽ പോലും വെള്ളം ചേർക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ അത് ആവർത്തിച്ചാൽ NSS SNDP പോലുള്ള സംഘടനകൾ അവർക്കത് കൂടുതൽ പ്രകോപനപരമാകുമെന്ന് കരുതിയിട്ടുമാകാം. ഞാൻ മടങ്ങി വരാം അങ്ങയിലേക്ക്. ശ്രീ AK ഷാനിബ്, കോൺഗ്രസിന്റെ കൺട്രോൾ സതീശന്റെ കയ്യിലേക്ക് മാത്രമാകുന്നു എന്നിടത്താണ് ഇവിടെ ഇപ്പോൾ സാമുദായിക സംഘടനകൾ പോലും രംഗത്ത് വന്ന് തുറന്നടിക്കുന്നത് എന്ന് വേണം നമ്മൾ കരുതാൻ. നോക്കൂ, കോൺഗ്രസിൽ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും യോഗ്യൻ ചെന്നിത്തലയാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പ്രകടമാണ്. സതീശന് അതിനൊരു യോഗ്യതയില്ല എന്നോ അദ്ദേഹം മാറി നിൽക്കണം എന്നൊക്കെയാണ്. പക്ഷെ സതീശൻ എങ്ങനെയാണ് അതിനെ ട്വിസ്റ്റ് ചെയ്യുന്നത് എന്ന് ഒരുപക്ഷെ AK ഷാനിബ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നോക്കൂ, CPM ഏറെക്കുറെ അല്ലെങ്കിൽ LDF ഏറെക്കുറെ LDF 3.0 എന്നൊരു ക്യാമ്പയിനിലേക്ക് പോലും കടക്കുന്ന ഘട്ടത്തിൽ NSSന്റെയും SNDPയുടെയും പ്രസ്താവനയെ പക്ഷേ ഇവിടെ ഒരു LDF വിരുദ്ധ തരംഗമുണ്ട്, ഇതാ കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നു എന്നുള്ള നിലയിലേക്കാണ് വ്യാഖ്യാനിക്കുന്നത്. സതീശന്റെ ആ തന്ത്രം, അതിന്റെ അടിസ്ഥാനം എന്താണ്? തീർച്ചയായും കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരില്ല എന്ന് ഏറ്റവും കൃത്യമായി ബോധ്യങ്ങളാണ് VD സതീശൻ. എന്നാൽ ആ തരത്തിലൊരു ചർച്ചയിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യം മാറുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രസ്താവനകളുമായി അദ്ദേഹം തടയിടുന്നതിന് വേണ്ടിയിട്ട് രംഗത്ത് വരുന്നത്. കോൺഗ്രസിനകത്ത് VD സതീശൻ അദ്ദേഹത്തിന് ഈ അല്പന് അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ കുട പിടിക്കും എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഇതുവരെ പ്രധാനപ്പെട്ട ഒരു റോളും വഹിച്ചിട്ടില്ലാത്ത ഒരാളാണ് VD സതീശൻ. അദ്ദേഹത്തിന് ഒരു KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റോ അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റോ അത്തരത്തിലുള്ള പോസ്റ്റുകളിലൊന്നും അദ്ദേഹം ഇക്കാലത്തിനിടയിൽ വന്നിട്ടില്ല. അദ്ദേഹം ഇപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് KPCC പ്രസിഡന്റിനോടൊപ്പം നിൽക്കുന്ന ഒരു അധികാര സ്ഥാനത്തേക്ക് അദ്ദേഹം വന്നിട്ടുള്ളത്. അത് അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹത്തിന് വൈരാഗ്യമുള്ള ആളുകൾക്കെതിരെ നിലപാട് സ്വീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെതായ ഒരു രാഷ്ട്രീയ ഒരു ഗ്രൂപ്പിനെ, ഒരു കോക്കസിനെ ഉണ്ടാക്കാൻ വേണ്ടി അധികാരത്തെ ഉപയോഗിക്കുന്നു. അധികാരം കയ്യിൽ കിട്ടുമ്പോൾ കൂടുതൽ ആളുകൾ വിനയാന്വിതനാവുകയാണ് സാധാരണ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലെയും നേതാക്കൾ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അധികാരം കിട്ടുന്നതിനനുസരിച്ച് കൂടുതൽ വിനയമാണ് ആളുകൾക്ക് ഉണ്ടാവുക. എന്നാൽ അധികാരം കിട്ടിയതിന്റെ ധാർഷ്ട്യവും അതിന്റെ അഹങ്കാരവും ഒക്കെ സഹപ്രവർത്തകരുടെ മേൽ
ഓരോ ദിവസവും ഇത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇപ്പൊ മാത്രമല്ലല്ലോ, നമുക്കറിയാം കഴിഞ്ഞ ശശി തരൂരിന്റെ നേതൃത്വത്തിൽ ഒരു മലബാർ പര്യടനം അദ്ദേഹം നടത്താൻ തീരുമാനിച്ചു. അവിടുത്തെ സംഘപരിവാറിനെതിരെയുള്ള ഒരു സെമിനാർ തീരുമാനിച്ചു. ആ സെമിനാറിലേക്ക് അദ്ദേഹം LK രാഘവനോടൊപ്പം ആ സെമിനാറിലേക്ക് വരാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തെ ഊതി വീർപ്പിച്ച ബലൂൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ അദ്ദേഹത്തെ അവഹേളിച്ചത്. അതിനുശേഷം അങ്ങനെ തുടങ്ങി ഓരോ കാര്യവും. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി. അവിടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാലക്കാട്ടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഈ സ്ഥാനാർത്ഥിയെ ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് കത്ത് കൊടുത്തു. എന്നാൽ അതിനെയും ആ അഭിപ്രായത്തെയും ഏറ്റെടുക്കാൻ തയ്യാറായില്ല. മുരളീധരൻ ഒരു ദിവസമാണ് പാലക്കാട് പ്രചരണത്തിനെത്തിയത്. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഞങ്ങൾ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്, എല്ലാവർക്കും കത്തയച്ചിട്ടുണ്ട്, വേണമെങ്കിൽ വന്നാൽ മതി എന്ന മട്ടിലാണ്. ഈ VD സതീശൻ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം പറഞ്ഞു, ഞാനാണ് നയിക്കുന്നത്, ഞാനാണ് പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന് അദ്ദേഹം ഇടക്കിടക്ക് പറയുന്നു. എന്നാൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് പോകേണ്ട ഉത്തരവാദിത്വം നിറവേറ്റാതിരിക്കുന്നു. മുരളീധരനെ ഒരു തവണ പോലും പാലക്കാട്ടേക്ക് വരണം എന്ന് പറഞ്ഞ് വിളിക്കാൻ VD സതീശൻ തയ്യാറാകുന്നില്ല. ചാണ്ടി ഉമ്മൻ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ദിവസമോ 2 ദിവസമോ മറ്റോ ആണ് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കടന്നു വന്നത്. അദ്ദേഹം ആ സമയത്തൊന്നും പരാതി പറഞ്ഞില്ലെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം അദ്ദേഹം പറഞ്ഞു, എന്നെ ഒരു തരത്തിലുള്ള ചുമതലയും ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. അപ്പൊ അതിന് മറുപടി പറയുന്നതിന് വേണ്ടി VD സതീശൻ പറയുന്നത്, അതൊന്നും ഞാൻ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല, അത് ആരൊക്കെ എന്തൊക്കെയോ പറയുന്നതാണ് എന്ന് പറയുന്നു. അതിനെ തുടർന്ന് MK രാഘവൻ കോഴിക്കോട് പാർട്ടി പ്രവർത്തകരുടെ വധഭീഷണി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിടുന്നു. അതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അതൊന്നും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമല്ല എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് എതിർപ്പുള്ള ആളുകൾ, ഈ കോൺഗ്രസ് പാർട്ടിയിൽ കഴിവുള്ള ആളുകൾ ഈ നേതൃത്വത്തിലേക്ക് വരാൻ ഉണ്ട് എന്ന തരത്തിൽ പ്രവർത്തിക്കുന്ന ശശി തരൂരിനെ പോലെ, മുരളീധരനെ പോലെ, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ലെഗസി അവകാശപ്പെടാൻ കഴിയുന്ന ചാണ്ടി ഉമ്മനെ പോലെയുള്ള മുഴുവൻ നേതാക്കളെയും നിശബ്ദമാക്കിക്കൊണ്ട് അവരെയെല്ലാം ഒരു പ്രത്യേക തരത്തിൽ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് തന്റേതായ ഒരു കോക്കസ് പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് VD സതീശൻ ഈ പാർട്ടിയെ കൊണ്ടുപോവാണ്. പക്ഷെ അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താണ്? ഈ പാർട്ടിയിൽ നേതാക്കൾ അവരുടെ കഴിവിനെ ഔട്ട്പുട്ട് എടുക്കാൻ കഴിയുന്നില്ല, അവരുടെ പ്രവർത്തനം പാർട്ടിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. അദ്ദേഹം വലിയ ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ആണ് എന്നാണ് പറയുന്നത്. എന്നാൽ എന്താ സംഭവിക്കുന്നത്? ഉപതെരഞ്ഞെടുപ്പുകളിൽ ചാണ്ടി ഉമ്മൻ മത്സരിച്ച ഉപതെരഞ്ഞെടുപ്പ് ഉമ്മൻചാണ്ടിയുടെ പിന്തുടർച്ച എന്ന നിലയിൽ നടന്ന തെരഞ്ഞെടുപ്പാണ്. അവിടെ മറ്റൊരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. PT തോമസ് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ് തൃക്കാക്കര തെരഞ്ഞെടുപ്പ്. അവിടെ മറിച്ചൊരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. പാലക്കാടും ചേലക്കരയും വയനാടുമാണ് പിന്നെ ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. പാലക്കാട് നമുക്കറിയാം, അവിടെ BJPയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി എല്ലാ മതേതര വോട്ടുകളും മറ്റ് എല്ലാ വോട്ടുകളും ഒരു ഭാഗത്തേക്ക് സ്വാധീനിക്കപ്പെടുകയും അവിടെ 2ാം സ്ഥാനത്തുള്ള BJPയെ പരാജയപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വം അവിടുത്തെ ജനങ്ങൾ ഏറ്റെടുക്കുകയും അവിടെ മറിച്ചൊരു ഫലം ഉണ്ടാകുമെന്ന് ആരും കരുതിയതല്ല. എന്നാൽ ചേലക്കരയിലാണ് രാഷ്ട്രീയ പോരാട്ടം എന്ന് മുരളീധരനെ പോലെയുള്ള നേതാക്കൾ, അതുപോലെ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ നേതാക്കൾ, KC വേണുഗോപാൽ ഉൾപ്പെടെ നേതാക്കൾ പറഞ്ഞു എന്നാണ് എന്റെ ഓർമ്മ. ആ ചേലക്കര തെരഞ്ഞെടുപ്പിൽ ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ സതീശന് സാധിച്ചിട്ടില്ല. അപ്പൊ ജയിക്കുമെന്ന് ഉറപ്പുള്ള തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ കയറി നിന്നിട്ട് അതിന്റെ എല്ലാം ആള് ഞാനാണ് എന്ന് പറയുകയും അതിന്റെ എല്ലാം ഗുണം എനിക്കാണ് എന്ന് പറയാതെ പറയുകയും തോറ്റാൽ മുഴുവൻ ഉത്തരവാദിത്വം എനിക്കാണ് എന്ന് ആദ്യമേ പറഞ്ഞു വെക്കും. അത് ജയിക്കാൻ പോകുന്ന അല്ലെങ്കിൽ സ്റ്റാറ്റസ് കോ ആണ് സംഭവിക്കുക എന്ന് അറിഞ്ഞതിന് ശേഷം അദ്ദേഹം എടുക്കുന്ന ഒരു നിലപാടാണ്. അപ്പൊ ഇതെല്ലാം മാനിപ്പുലേറ്റ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ ഒരു കോക്കസ് ഉണ്ടാക്കുകയും ചെയ്യുന്നു. ജനങ്ങൾക്ക് ഇഷ്ടമുള്ള താല്പര്യമുള്ള തരൂരിനെ പോലെ, മുരളീധരനെ പോലെ, ചാണ്ടി ഉമ്മനെ പോലെ, രമേശ് ചെന്നിത്തലയെ പോലെയുള്ള നേതാക്കളെ ഒരു സൈഡ് ലൈൻ ചെയ്യാനുള്ള ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതുകൊണ്ട് ഈ പാർട്ടിക്ക് സംഭവിക്കാൻ പോകുന്നത് ഞങ്ങളൊക്കെ പറഞ്ഞത് തന്നെയാണ്. ഈ പാർട്ടിയെ ഏതെങ്കിലും ഒരാളുടെ താല്പര്യത്തിനനുസരിച്ച് അയാൾക്ക് മുഖ്യമന്ത്രിയാകാൻ, അത് ആരെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും, RSSനെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ SDPIയെയും ജമാഅത്തെ ഇസ്ലാമിയെയും കൂട്ടുപിടിച്ചിട്ടാണെങ്കിൽ അങ്ങനെ തരത്തിൽ അധികാരത്തിലെത്താൻ ശ്രമിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാട് മാറുന്നു. അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ മുഴുവൻ അകറ്റിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു സവർണ മാടമ്പിയെ പോലെയാണ് ഈ VD സതീശൻ ആ പാർട്ടിയിൽ ഇപ്പൊ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഓരോ ദിവസത്തെയും അതിന്റെ എതിർസ്വരങ്ങൾ പലയിടത്തു നിന്നും വരുന്നു എന്നുള്ളതാണ്. ശ്രീ A. സജീവൻ, മുമ്പ് രമേശ് ചെന്നിത്തലയെ കുറിച്ച് സുകുമാരൻ നായർ പരസ്യമായി പറഞ്ഞ ചില വാചകങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ
രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയില്ലായിരുന്നെങ്കിൽ ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു എന്ന് പറഞ്ഞ ഇടത്തു നിന്നുമാണ് മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ വിധം ഒരു തഴുകൽ നമ്മൾ അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്കൊക്കെ അത് അനുഭവപ്പെടുകയാണ്. SNDPയിലേക്ക് വരുമ്പോഴും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. അപ്പോൾ നോക്കൂ, കോൺഗ്രസ് നിലവിൽ പോകുന്നത് VD സതീശൻ എന്ന ഒരൊറ്റ വരി പാതയിലൂടെയാണ്. ആ പാത ചെന്ന് അവസാനിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ തഴുകുന്ന ഇടത്താണ് എന്നുള്ള തിരിച്ചറിവ് സാമുദായിക സംഘടനകൾക്കൊക്കെ ഉണ്ടാകുന്നു. അവർ ആ മെസ്സേജ് പൊതുസമൂഹത്തിന് നൽകാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണോ ഈ ദിവസങ്ങളിൽ പരുവപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? VD സതീശൻ നേരത്തെ പറഞ്ഞ ഒരു നിലപാടുണ്ട്. ഈ സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങാൻ ഞാനില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെയും മറ്റും വോട്ടുകൾക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ട് ന്യായീകരണങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഇത് പണ്ട് തങ്ങൾക്കൊപ്പം നിന്ന ആ ആളുകളെ, തങ്ങളെപ്പോലുള്ള ആ ആളുകളെ പൂർണ്ണമായിട്ടും തഴയുന്ന രീതിയിൽ അത് അവർ തങ്ങളെപ്പോലുള്ള ആളുകളെ അവമാനിക്കുന്ന രൂപത്തിൽ പറഞ്ഞ സതീശൻ ഇപ്പോൾ ഈ രീതിയിൽ പോകുന്നതിനുള്ള ഒരു എതിർപ്പ് കൂടിയാണ് സുകുമാരൻ നായരിൽ നിന്നും ഉണ്ടായിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാധാരണ രീതിയിൽ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കുറച്ചു കാലമായിട്ട് രമേശ് ചെന്നിത്തലയെ പൂർണ്ണമായിട്ടും തഴഞ്ഞിരിക്കുകയായിരുന്നു NSS. പക്ഷേ ഇപ്പോഴെന്തുകൊണ്ടാണ് മറ്റ് രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേകമായിട്ടുള്ളൊരു രാഷ്ട്രീയ പദവിയൊന്നുമില്ല, അദ്ദേഹം പ്രതിപക്ഷ നേതാവല്ല, അദ്ദേഹം ഏതെങ്കിലും താക്കോൽ സ്ഥാനം അലങ്കരിക്കുന്ന ആളല്ല, എന്നിട്ടും മന്നൻ ജയന്തിയുടെ ഭാഗമായിട്ടുള്ള പരിപാടിയിൽ അദ്ദേഹത്തെ പ്രത്യേക ക്ഷണിതാവായിട്ട് അദ്ദേഹത്തെ മുഖ്യ പ്രഭാഷകനായിട്ട് വെക്കുന്നു എന്നതിന്റെ അർത്ഥം കോൺഗ്രസിൽ തങ്ങൾക്ക് അടുപ്പമുള്ളത്, കോൺഗ്രസിൽ തങ്ങൾക്ക് ഹിതകരമായിട്ടുള്ളത് ഈ VD സതീശനല്ല രമേശ് ചെന്നിത്തലയാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. NSS പിന്തുണച്ച സമയത്തൊക്കെ UDF കോൺഗ്രസോ ജയിച്ചിട്ടുണ്ടോ എന്നുള്ളതും വേറെ കാര്യം. പക്ഷേ NSS വ്യക്തമാക്കുന്ന സതീശന്റെ നിലപാടുകളോട് ഒരിക്കൽ പോലും തങ്ങൾക്ക് യോജിപ്പില്ല എന്നാണ്. അതായത് സതീശൻ കുറച്ചു കാലമായിട്ട് കെട്ടിപ്പടുത്തുകൊണ്ട് വന്നിരുന്ന താക്കോൽ സ്ഥാനം എനിക്ക് മാത്രമാണ് എന്ന ഒരു നിലപാടുണ്ടല്ലോ. മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ ഇപ്പൊ എല്ലാവരും പറയുന്നത് ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലൊക്കെ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റേച്ചർ കൊണ്ടാണ് നേട്ടമുണ്ടാക്കിയത് പാലക്കാടൊക്കെ. അതിന് കാരണങ്ങളെ കൂടെ പറയുകയും ചെയ്തു. പക്ഷേ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നിന്നും സതീശനല്ല ഈ തങ്ങൾക്കൊക്കെ സ്വീകാര്യനായിട്ടുള്ള ആള് എന്ന് NSS ബോധ്യപ്പെടുത്തുന്നു. ഒരു പ്രത്യേകമായ ഒരു കാരണവുമില്ലാതെ തന്നെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി പറയുന്നു കൂടുതൽ മെച്ചപ്പെട്ട നേതാവ് രമേശ് ചെന്നിത്തലയാണെന്ന് പറയുമ്പോൾ ഇവരെല്ലാവരും കൂടി രമേശ് ചെന്നിത്തലയെ പിന്തുണയ്ക്കുമെന്നല്ല, അവർക്കാർക്കും VD സതീശൻ ഇനി അങ്ങോട്ടേക്ക് ഒരു താക്കോൽ സ്ഥാനത്തേക്ക്, അത് ഏത് സ്ഥാനമാണോ അദ്ദേഹം ആഗ്രഹിക്കുന്ന ആ സ്ഥാനത്തേക്ക് ആയാലോ അല്ലെങ്കിൽ പോലും അങ്ങനെ വരുന്നതിനോട് താല്പര്യമില്ല എന്നാണ്. അതോടൊപ്പം തന്നെയുള്ള നമുക്കറിയാം ഈ രണ്ട് സമുദായ സംഘടനകൾക്കും ഉള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് തങ്ങളെ പണ്ട് സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങില്ല എന്ന് പറഞ്ഞുള്ള ആള് ഇപ്പോൾ എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയെയും അതേപോലെ തന്നെ SDPയെയും ഒക്കെ പ്രീണിപ്പിക്കുന്ന രൂപത്തിൽ അവരുടെ വോട്ടുകൾക്ക് വേണ്ടിയിട്ട് യാചിക്കുന്ന രൂപത്തിൽ പലപ്പോഴും പെരുമാറുന്നത് എന്നുള്ള ചോദ്യമുണ്ട്. അപ്പോൾ മുസ്ലിം പ്രീണനമാണോ സതീശന്റെ എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ രണ്ട് സമുദായ നേതാക്കന്മാരും ശ്രമിക്കുന്നുണ്ടുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ സതീശൻ ആവശ്യമില്ലാതെ പറഞ്ഞ ഈ മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട കാര്യം. അവിടെ ആരും അദ്ദേഹത്തോട് ചോദിക്കുന്നില്ല എന്താണ് ഈ മുനമ്പം ഭൂമിയെ കുറിച്ചുള്ള നിങ്ങളുടെ നിലപാട് എന്ന് ചോദിക്കുന്നില്ല. അതിലെങ്ങനെ ചോദിക്കുകയാണെങ്കിൽ തന്നെ മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട് നിൽക്കുന്നത് മുസ്ലിം ലീഗാണ്. അവരോടൊന്നും ചോദിക്കാതെ അത് വഖഫ് ഭൂമിയല്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്. വളരെ ആവേശത്തോടുകൂടി പറയുന്നു. ഇത് അംഗീകരിക്കാൻ മുസ്ലിം ലീഗിലെ പല നേതാക്കന്മാർക്ക് കഴിയില്ല. ആദ്യഘട്ടത്തിലൊക്കെ സാദിഖ് അലി തങ്ങളും കുഞ്ഞാലിക്കുട്ടിയൊക്കെ മൗനം പാലിച്ചെങ്കിൽ പോലും ഷാജിയും ET മുഹമ്മദ് ബഷീറും ഒക്കെ വളരെ രൂക്ഷമായ രൂപത്തിൽ പിന്നീട് പ്രതികരിക്കുകയാണ്. കാരണം സമുദായ സംഘടനയിലുള്ള ആളുകൾക്ക്, പ്രവർത്തകർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റാത്ത നിലപാടാണ്. അപ്പൊ സതീശന് ഒരു ഭാഗത്തു നിന്നും പിന്തുണയില്ലാത്തൊരവസ്ഥ ഉണ്ടാക്കി തീർത്തിരിക്കുന്നു. നമ്മളതിന് പ്രധാനപ്പെട്ട കാരണം ഇത് ഈ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നതിൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ പങ്കുണ്ടാകാം. കാരണം അദ്ദേഹം അന്ന് 2021 അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ നിന്നും മാറ്റിയിട്ട് സതീശനെ ആ സ്ഥാനത്തേക്ക് അവരോധിച്ച ദിവസം അദ്ദേഹം നടത്തിയുള്ള ഒരു പ്രതികരണം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തങ്ങൾ ഇനി അങ്ങനെ ഒരു
ഒരു മത്സരം വരികയാണെങ്കിൽ, അങ്ങനെ പരിഗണന വരികയാണെങ്കിൽ താങ്കൾ ഉണ്ടാകുമോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഞാൻ തീർച്ചയായും ഉണ്ടാകുമെന്നാണ് അന്ന് അദ്ദേഹം പറയുക. കാരണം അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ സാധാരണ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ആൾക്ക് പിന്നീട് ഒരുപക്ഷെ ഭരണം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാവാൻ ആ ആൾക്കാണ് യോഗ്യത അല്ലെങ്കിൽ കൽപ്പിക്കാറുള്ളത്. അതല്ല, ഞാൻ ഉണ്ടാകുമെന്ന് അന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞാണ്. അത് അദ്ദേഹം ഇപ്പോഴും മറക്കാതെ അതിനുവേണ്ടി ശ്രമം നടത്തി എന്ന് കൂടിയാണ് നമ്മൾ ഇതിൽ നിന്ന് ബോധ്യപ്പെടേണ്ടത്. ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ രാജേന്ദ്രൻ, നോക്കൂ, കോൺഗ്രസിന്റെ ഒരു കമ്മ്യൂണൽ പൊളിറ്റിക്സ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഇനി NSSലേക്ക് വരുമ്പോൾ, NSS എന്ന് പറയുന്നത് ഒരു സാമുദായിക സംഘടന എന്ന് നമ്മൾ പറയുമ്പോൾ പോലും രാഷ്ട്രീയത്തിൽ നിന്നും വളരെയധികം ഒരു ദൂരം പാലിച്ചിട്ടുള്ള ഒരു സംഘടനയൊന്നുമല്ല NSS. സാമുദായിക സംഘടന ആയിരിക്കെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുകയും ജനപ്രതിനിധികളൊക്കെ ഉണ്ടാകുകയും ചെയ്തൊരു സംഘടന കൂടിയാണല്ലോ NSS. നോക്കൂ, ആ കാലത്ത് NDP UDF-ലെ തന്നെ ഒരു ഘടകകക്ഷിയായിരുന്നു. കരുണാകരനുമായുള്ള അടുപ്പം നമുക്ക് അറിയാവുന്നതാണ്. പിന്നീട് AK ആന്റണിയുമായി പിണങ്ങുന്നു, ഒരു ദൂരം UDF-മായി ഉണ്ടാകുന്നു, NDP-യെ പിരിച്ചുവിടുന്നു. NSS ഇന്നീ കാണുന്ന നിലയിൽ ഈ സമദൂര സിദ്ധാന്തം, സമദൂര നിലപാടൊക്കെ സ്വീകരിക്കുകയും ചെയ്യുന്നു. പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും രമേശ് ചെന്നിത്തല NSSന്റെ മുഖമായിരുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തലയിലൂടെ കോൺഗ്രസിന്റെയും UDF-ന്റെയും വോട്ട് ബാങ്കുകൾക്ക് കൃത്യമായൊരു മെസ്സേജ് NSS കൊടുത്തിട്ടുണ്ട്. മറുഭാഗത്തേക്ക് വരുമ്പോൾ മുസ്ലിം ലീഗ്, അവർ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട ചില വോട്ട് ബാങ്കുകളെ അഡ്രസ്സ് ചെയ്തു വന്നിരുന്നു. അടുത്ത ഭാഗത്തേക്ക് വരുമ്പോഴോ കേരള കോൺഗ്രസ്, അവരും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാലൻസിങ് എല്ലാ കാലത്തും UDF-ന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ഇന്നിൻ്റെ കാലത്തേക്ക് വരുമ്പോൾ കേരള കോൺഗ്രസിന്റെ നിലപാട് നമുക്കറിയാവുന്നതാണ്. മുസ്ലിം ലീഗ് ആയിക്കോട്ടെ, പല വിഷയങ്ങളിലും UDF-നോട് വിയോജിപ്പുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശ്രീ എ സജീവൻ സൂചിപ്പിച്ച മുനമ്പം വിഷയത്തിലടക്കം. അപ്പോൾ മറുപക്ഷത്തുണ്ടാകേണ്ടത് ഈ ഹിന്ദു വോട്ട് ബാങ്കുകളെ ഏകീകരിച്ച് നിർത്താനുള്ള ഒരു ഫേസ് ആണ്. പക്ഷെ ആ ഫേസ് സതീശനിൽ കാണാനാകുന്നില്ല NSS-ന്, SNDP-ക്ക് എന്നുള്ളതാണ്. ദീർഘകാലത്തെ പിണക്കം മറന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു സാധ്യത കൂടി കൽപ്പിക്കാനുള്ള നീക്കം, അങ്ങനെയല്ലേ അത് കാണേണ്ടത്? തീർച്ചയായിട്ടും ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ ഇതിനെക്കുറിച്ച് ശബരിമലയിൽ വെച്ച് പത്രപ്രതിനിധികൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ഇതിനെക്കുറിച്ച് നൽകിയ ഒരു പ്രതികരണം, അതായത് എല്ലാവരുമായിട്ടും യോജിച്ചു പോകുന്ന ഒരു രീതിയാണ് കോൺഗ്രസ് എക്കാലവും സ്വീകരിച്ചതെന്നാണ്. പക്ഷേ ആ വാക്യത്തിൽ തീർച്ചയായിട്ടും ഒരു അപകടം പതിയിരിപ്പുണ്ട്. അത് വളരെ വ്യക്തവുമാണ്, അതേസമയം ഗുപ്തവുമാണ്. ഈ എല്ലാവരുമായിട്ടെന്ന് പറയുമ്പോൾ അതിൽ RSSും ഉൾപ്പെടും. ഒരു പക്ഷേ കോൺഗ്രസ്സിൽ RSSനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു നേതാവെന്നുള്ളൊരു പ്രതിച്ഛായയും ഈ രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെയുണ്ട്. ഹരിപ്പാട്ട് അദ്ദേഹത്തിനെ RSSകാർ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അവരൊരു പക്ഷേ വോട്ട് ചെയ്തിട്ടുണ്ടാവും, നമ്മളതൊന്നും കൗണ്ട് ചെയ്യുന്നില്ലല്ലോ. RSSനോടൊരു എതിർക്കാതെ നിന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് രമേശ് ചെന്നിത്തല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. കോൺഗ്രസിൽ പലരും അങ്ങനെ വോട്ട് നേടിയിട്ടുണ്ട്. അതെല്ലാം പരസ്യമായിട്ടുള്ള രഹസ്യങ്ങളാണല്ലോ. കാലഘട്ടം ഇങ്ങനെ മാറുമ്പോൾ അങ്ങനെ ഒരു സംഘപരിവാർ മനോഭാവം അല്പം കൂടി പ്രകടമായി ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രകടിപ്പിക്കുന്നു. Suധാകരൻ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്ന് പരസ്യമായി പ്രതികരിക്കുമ്പോൾ ഈ രമേശ് ചെന്നിത്തലയുടെ സംഘപരിവാർ അനുകൂല മനോഭാവത്തിന് അല്ലെങ്കിൽ ആ ഒരു നിലപാടിന് അല്പം കൂടി ഇടിവ് വന്നിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട് എന്നുള്ളതാണോ? അല്ലല്ല, അദ്ദേഹം RSSനെ തള്ളിപ്പറയാൻ ഒരിക്കലെങ്കിലും ഒരു വാക്യമെങ്കിലും ഉപയോഗിച്ച് എൻ്റെ ഓർമ്മയിലില്ല. ഇവിടെ ഇരിക്കുന്ന പത്രപ്രവർത്തകരുണ്ടല്ലോ, അവർ പറയട്ടെ. ഒരു കാലത്തും അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല. ഇദ്ദേഹത്തിന് സംഭവിച്ച VD സതീശൻ്റെ കാര്യത്തിലാവട്ടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പ്രതിപക്ഷ നേതാവായതിനു ശേഷം വന്ന ഉപതെരഞ്ഞെടുപ്പിലെല്ലാം ഇവിടെ ഇരിക്കുന്ന CPM-ൻ്റെ പ്രതിനിധി ഷാനിസ് പറഞ്ഞതുപോലെ ജയിച്ചു കയറി. പക്ഷേ നമ്മൾ കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം നിരീക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, തെന്നല ബാലകൃഷ്ണപിള്ള KPCCയുടെ പ്രസിഡൻ്റായിരുന്ന കാലത്തും കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചു കയറിയിട്ടുണ്ട്. ഇതൊന്നും ആ പ്രസിഡന്റുമാരുടെ മിടുക്ക് കൊണ്ടാണെന്ന് നമുക്ക് പറയാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ ആ പ്രതിപക്ഷ നേതാവിൻ്റെ മെച്ചം കൊണ്ടാണ് എന്ന് നമുക്ക് പറയാം. അങ്ങനെ അനലൈസ് ചെയ്യുന്നത് ഒരു അപകടകരമായിട്ടുള്ളൊരു കാഴ്ചപ്പാടായിരിക്കും. ആ മിടുക്ക് കൊണ്ടല്ല. പക്ഷേ എങ്ങനെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ട് പെരുമാറുന്നു, എങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മെറിറ്റിനെ സംബന്ധിച്ച് നമ്മൾ കൊടുക്കേണ്ട മാർക്ക്. അതിൽ അദ്ദേഹം അമ്പെ പരാജയപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് KPCC പ്രസിഡന്റുമായിട്ട് പോലും യോജിച്ചു പോകാൻ അദ്ദേഹത്തിന് ഇപ്പോൾ കഴിയുന്നില്ല എന്നൊരു ന്യൂനത ഞാൻ കാണുന്നുണ്ട്. കാരണം ഭരണവും പാർട്ടിയും ഒരുമിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടാവും. അങ്ങനെ കൊണ്ടുപോകാൻ കഴിയില്ല. KPCC പ്രസിഡന്റുമായിട്ട്
ഈർഷ്യ ഉള്ളിൽ വെച്ച് പുലർത്തുന്ന ഒരാളാണെന്ന് അവർ തമ്മിലിരിക്കുമ്പോഴത്തെ ശരീരഭാഷയും KPCC പ്രസിഡന്റ് തന്നെ ഉപയോഗിച്ച വളരെ പ്രസിദ്ധമായിട്ടുള്ള ഭാഷയും നമ്മോട് വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അസാധാരണമായിട്ടുള്ളൊരു മെയ്വഴക്കം, കാരണം 1.5 വർഷത്തിനപ്പുറം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തനിക്ക് മുഖ്യമന്ത്രിയാകാം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഒരു പക്ഷേ അദ്ദേഹം അസാധാരണമായിട്ടുള്ള ഒരു മെയ്വഴക്കം ഇപ്പോൾ പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് നേരത്തെ ഷാനി പറഞ്ഞതുപോലെ തന്നെ ചാണ്ടി ഉമ്മൻ പാലക്കാട്ട് തനിക്കൊരു റോളും നൽകിയിട്ടില്ല എന്ന് പതിവിന് വിരുദ്ധമായി അച്ചടക്കം ലംഘിച്ചുകൊണ്ട് തന്നെ പറഞ്ഞപ്പോൾ അതിൽ കക്ഷി ചേരാൻ അദ്ദേഹം തയ്യാറായില്ല. അദ്ദേഹം അതിനെ അങ്ങ് അവഗണിച്ച് തള്ളിയതേ ഉള്ളൂ. ഒരു വിവാദത്തിന് വേണ്ടി അദ്ദേഹം പോയിട്ടില്ല. ഒരു പക്ഷേ NSS ആസ്ഥാനത്ത് നിന്ന് വീണ്ടും രമേശ് ചെന്നിത്തലയ്ക്ക് ആശീർവാദം കിട്ടുമ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അത് ഏറ്റുപറയുമ്പോൾ അത് അസാധാരണമായിട്ടൊരു സാഹചര്യമാണ്. അപ്പോഴും അദ്ദേഹം പ്രകോപിതനാകുന്നില്ല. ഒരു പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരു മെയ്വഴക്കം കാണിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയാവാൻ വേണ്ടി. അതായത് കേരളത്തിലെ NSS, SNDP ഇങ്ങനെയുള്ള സാമുദായിക സംഘടനകളുടെ ഒക്കെ വെറുപ്പിക്കണ്ട. അതുപോലെ ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള ജനസ്വാധീനമുള്ള ഒരു മേഖലയിൽ നിന്ന് വരുന്ന ആൾ, അവിടെയും വെറുപ്പുണ്ടാക്കണ്ട. അദ്ദേഹത്തിൻ്റെ പിതാവായിട്ടുള്ള ഉമ്മൻചാണ്ടി എന്ന് പറയുന്നാൽ വളരെ ജനകീയനായിട്ടുള്ളൊരു നേതാവാണ്, വളരെ പോപ്പുലറായിട്ടുള്ളൊരു നേതാവ്. അവിടെയും പിണക്കം ഉണ്ടാക്കാതെ മെയ്വഴക്കത്തോടുകൂടി മുന്നോട്ട് പോവുക, എന്നിട്ട് തനിക്ക് മുഖ്യമന്ത്രിയാവുക എന്നുള്ള ഒരു ആഗ്രഹവും ഒരു പ്ലാനുമാണ് അദ്ദേഹത്തിനുള്ളത്, ഒരു ആസൂത്രണവുമാണ് അദ്ദേഹത്തിനുള്ളത്. ഇതിനിടയ്ക്ക് ഇപ്പോൾ ഈ രമേശ് ചെന്നിത്തലയുടെ വരവ് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാതിരിക്കാനുള്ള ഒരു രാഷ്ട്രീയ ചലനം തന്നെയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇക്കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കുക അന്തിമമായിട്ട് ഹൈക്കമാൻഡ് തന്നെയായിരിക്കും. ഹൈക്കമാൻഡിൽ ഇപ്പോൾ സ്വാധീനമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ KC വേണുഗോപാല. അദ്ദേഹം പറയുന്നത് അനുസരിച്ചായിരിക്കും തീരുമാനം വരിക. ഈ KC വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രിയാവാൻ ആഗ്രഹിക്കുന്ന ഒരാളുമാണ്. കേരള രാഷ്ട്രീയത്തിലേക്കാണ്. വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയമൊക്കെ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിയ മുന്നേറ്റങ്ങളൊക്കെ ഇപ്പോൾ അത് പതറി വീണു പോയിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ. അത് തന്നെയുമല്ല, അദ്ദേഹത്തിന് എല്ലാ കക്ഷികളെയും കൂടെ നിർത്തി ഒരു ഇന്ത്യ സഖ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ള ഒരു പരിമിതി ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് കേരളത്തിലേക്ക് മടങ്ങാനുള്ള സാധ്യതയുണ്ട്. കാരണം അവിടുത്തെ കോൺഗ്രസിൻ്റെ ഭാവി ശുഷ്കമായിരിക്കുകയാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വരാനുള്ള ആഗ്രഹവും താല്പര്യവും. അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആയാൽ എന്താ, ആലപ്പുഴയിൽ നിന്നൊരു മുഖ്യമന്ത്രി എന്നുള്ള ഒരു രീതിയിൽ അദ്ദേഹത്തിന് അറക്കൽ ബീവിയെ കെട്ടാൻ സമ്മതമെന്ന് പറയുന്നാൽ അദ്ദേഹവും സന്നദ്ധനാവും. ശശി തരൂരും ഒരു പ്ലെയറാണെന്നായിരിക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുക എന്നുള്ളൊരാഗ്രഹം അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ പല നേതാക്കളുമുണ്ട്. ഇത് അവസാനമായിട്ട് തീരുമാനമെടുക്കുക ഹൈക്കമാൻഡ് തന്നെയായിരിക്കും. ആ തീരുമാനത്തിൽ തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയെക്കാളും CD സതീശനേക്കാളും അധികം സ്വാധീനം ചെലുത്തുക KC വേണുഗോപാൽ തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് വല്ലാത്ത വിചിത്രമായിട്ടുള്ള ഒരു രാഷ്ട്രീയ ഗെയിമാണ് മുഖ്യമന്ത്രി ആരെന്നുള്ളത്. എന്ന് മാത്രമല്ല, 1.5 വർഷത്തിനപ്പുറത്ത് നിൽക്കുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇപ്പോഴേ ഈ ജാതി ചരടുവലികൾ നടത്തുക എന്ന് പറയുന്നത് തീർത്തും അസ്വാഭാവികവും കോൺഗ്രസിന്റെ പതനത്തിലേക്ക് തന്നെ വഴി തെളിക്കാവുന്നതുമാണ്. അതെ AK ഷാനിബ്, ഇങ്ങനെ NSSും SNDPയും ഒക്കെ വടിയെടുത്തത് കൊണ്ട് മാത്രമായോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ സതീശൻ മുന്നോട്ട് കൊണ്ടുപോകുന്ന കോൺഗ്രസ് അതൊരു അപകടത്തിലേക്ക് പോകുന്നു എന്ന് തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് ആത്യന്തികമായി അതിനുള്ളിൽ നിൽക്കുന്നവർക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു തിരുത്തൽ ശക്തിയായി വർത്തിക്കേണ്ടതും അതിനുള്ളിൽ നിൽക്കുന്നവരാണ്. ശ്രമിച്ചു നോക്കി ഷാനിബ് ഉൾപ്പെടെയുള്ള ആളുകൾ. പക്ഷേ എന്തായി ഫലം എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. ഇനിയിപ്പോൾ അവിടെ ശേഷിക്കുന്നവർ ആരാണ്? K സുധാകരൻ ഇപ്പോൾ തന്നെ പല്ലുകൊഴിഞ്ഞ സിംഹമാണ്. പിന്നീടുള്ളത് ഷാഫി പറമ്പിലാണ്, രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അവർ VD സതീശൻ വളർത്തിക്കൊണ്ടുവന്ന ആളുകളാണ്. ഒരു എതിർശബ്ദം ഉണ്ടാകുമെന്ന് കരുതുക വയ്യ. അപ്പോൾ എങ്ങനെയാണ് ഇനിയുള്ള സാഹചര്യം എന്നുള്ളതാണ് കാണേണ്ടത് ഷാനിബ്. അപ്പോൾ അവിടേക്കാണ് ശ്രീ രാജേന്ദ്രൻ പന്തളം പറഞ്ഞതുപോലെ KC വേണുഗോപാൽ അദ്ദേഹം വരാനൊരു സാധ്യത അത് ഒട്ടും കുറവല്ല. ശശി തരൂരുണ്ട്, K മുരളീധരനുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ ഇനിയും ഉണ്ട് പട്ടികയിൽ. അല്ല, തീർച്ചയായും നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൽ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്കകത്ത് തന്നെ വലിയ മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിച്ച കുറെ ആളുകളുടെ ഒരു പ്രതിനിധിയായി തന്നെയാണ് പിന്നീട് എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ഞാനിപ്പോ CPM-ൽ ചേർന്ന് പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. പാർട്ടിക്കകത്ത് നടക്കുന്ന ഇത്തരം തെറ്റായ കാര്യങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആളുകൾ മുഴുവൻ ഇത് വളരെ പ്രകടമായിട്ട് നമുക്ക് കാണാൻ കഴിയും. സോഷ്യൽ മീഡിയ വഴി ഇവരെല്ലാം അടിച്ചിരുത്തുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ്. അതിപ്പോ K മുരളീധരൻ ഒരു അഭിപ്രായം പറഞ്ഞാൽ
പിറ്റേ ദിവസം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ അവിടെ വലിയ തെറികളും അദ്ദേഹത്തെ അപമാനിക്കുന്ന പ്രയോഗങ്ങളും നമുക്ക് കാണാൻ കഴിയും. ചാണ്ടി ഉമ്മൻ ഒരു അഭിപ്രായം, എന്നെ ക്ഷണിച്ചില്ല, എനിക്കൊരു ഉത്തരവാദിത്തം തന്നിരുന്നെങ്കിൽ എനിക്ക് സന്തോഷമാകുമായിരുന്നു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ചെന്ന് ഭയങ്കരമായ അധിക്ഷേപങ്ങൾ, ഉമ്മൻചാണ്ടി സാറിനെ പോലും തെറി പറയുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനെതിരെ ചാണ്ടി ഉമ്മൻ ഒരു പ്രതികരണം തന്നെ, ഒരു ലൈവ് പ്രതികരണം തന്നെ നടത്തേണ്ടി വന്നു. കൊടിക്കുന്നിൽ സുരേഷ് ഏതോ ഒരു മാധ്യമത്തിന് ഒരു അഭിമുഖം നൽകിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു KPCC പ്രസിഡന്റ് ആകാൻ സാധ്യതയുണ്ട് ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം എന്തോ ഒരു മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്നു. കെ സുധാകരനെ അധിക്ഷേപിക്കുന്നു. അങ്ങനെ പാർട്ടിക്കകത്ത് VD സതീശനെതിരെ ഏതെങ്കിലും ഒരു നിലപാട്, അല്ലെങ്കിൽ ശരിയല്ല, നിങ്ങൾ ഇത് തിരുത്തണം എന്ന് ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം പറയുന്നവരെ മുഴുവൻ അധിക്ഷേപിക്കുകയാണ്. ഷാനിബ്, ഞാൻ അവിടെയാണ് ആദ്യത്തെ ചോദ്യം. ഞാൻ അങ്ങനെ ഒരു വിഷയം കൂടി കൊണ്ടുവരാൻ ശ്രമിച്ചത്. നോക്കൂ ഷാനിബ്, അങ്ങനെ ഒരു VD സതീശനെയാണ് ഈ സമീപകാലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ? വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞാൽ പ്രകോപനപരമായി ഇടപെടുന്നു, പരസ്യമായി തന്നെ വിമർശനം ഉന്നയിക്കുന്നു. പക്ഷേ NSSന്റെയും SNDPയുടെയും കാര്യത്തിലേക്ക് വരുമ്പോൾ ആ നിലപാടല്ല VD സതീശൻ സ്വീകരിക്കുന്നത്. വന്ന സമയത്ത് തിണ്ണനിറങ്ങാനില്ല എന്ന് പറഞ്ഞ കൂട്ടരോട് ഇപ്പോൾ അവർ പറയുന്നത് ശരിയെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ് എന്ന് വിനയാന്വിതനായി നിൽക്കുന്ന VD സതീശൻ, ആ സതീശൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ഇപ്പോ എടുക്കുന്നത് അത്തരത്തിലുള്ള കാർഡുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നേരത്തെ സജീവൻ ആണ്, ബഹുമാന്യ സജീവനാണ് സൂചിപ്പിച്ചതെന്ന് തോന്നുന്നു. ഇപ്പോ മുനമ്പം വിഷയത്തിൽ അദ്ദേഹം എടുത്ത നിലപാട്, അപ്പൊ ഇത്തരത്തിൽ ഒരു വർഗീയ കാർഡ് കളിക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമവും അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെ ഈ NSSും അതുപോലെ SNDPക്കും എതിരെ ഒക്കെ അദ്ദേഹം മുമ്പ് പറഞ്ഞൊരു നിലപാട്, അത് അതിൽ അദ്ദേഹത്തിൽ നിന്ന് പിന്മാറുകയാണ്. തിണ്ണനങ്ങാനില്ല എന്ന് പറഞ്ഞ ആളുകൾ എന്നെ ശ്രീനിവാസം പറയുന്ന പോലെ തല്ലണമെങ്കിൽ തല്ലിക്കോ, എന്നെ ചവിട്ടണമെങ്കിൽ ചവിട്ടിക്കോ, തെരുവിടിക്കണേ തെറി കുടിച്ചോ എന്ന് പറയുന്നത് പോലെ അദ്ദേഹം വളരെ വിനയാന്വിതരായി നിൽക്കുന്ന കാഴ്ച നമ്മൾ കാണുകയാണ്. പക്ഷെ ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അദ്ദേഹം എടുക്കുന്ന ഈ നിലപാട്, എന്നാൽ ആ നിലപാട് എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കും എന്ന കാര്യത്തിൽ സംശയമുണ്ട്. അദ്ദേഹം ഇങ്ങനെ കൂടെ നിൽക്കുന്ന ആളുകളോട് മുഴുവൻ അദ്ദേഹത്തിന്റെ ധാർഷ്ട്യവും അഹങ്കാരവും ആക്ഷേപവും ബലൂൺ, ഊതിയുറപ്പിച്ച ബലൂൺ എന്നൊക്കെ വിളിച്ചുള്ള അധിക്ഷേപവും ഇതെല്ലാം നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫ്രസ്ട്രേഷൻ അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആളുകളോട് നിരന്തരം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കെ സുധാകരനെ ബന്ധപ്പെട്ട വിഷയത്തിൽ ഇത് സഹികെട്ടിട്ടാണ് KPCC പ്രസിഡന്റ് ഒരു പ്രയോഗം നടത്തുന്നത്. അപ്പൊ ഒരു നിലപാടുണ്ട് എന്ന് പറയുകയും മുനമ്പ് വിഷയം ഏതാണ്ട് പരിഹരിക്കപ്പെടുന്നു, അവിടെ സമാധാനം ഉണ്ടാകുന്നു, ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചതോടുകൂടി സമരക്കാരും മറ്റു പല സംഘടനകളും ഇനി അതിലൊരു പ്രശ്നപരിഹാരം ഉണ്ടാകുന്നത് വരെ അത് ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന നിലയിലേക്ക് ഒരു സമാധാനത്തിലേക്ക് എത്തുമ്പോഴാണ് VD സതീശൻ പ്രത്യക്ഷപ്പെടുന്നത്. എന്നിട്ട് അവിടെ ചെന്ന് പറയാണ് അത് വഖഫ് ഭൂമിയല്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ പോയി തീപ്പൊരിടുകയാണ്. അപ്പൊ വർഗീയ കാർഡുകൾ, ഓരോ പ്രദേശത്തിനനുസരിച്ചുമുള്ള വർഗീയ കാർഡുകൾ ഇറക്കി ആ വർഗീയ കാർഡിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള തീരുമാനം VD സതീശൻ എടുത്തിരിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ് അദ്ദേഹം മുൻപെടുത്തിരുന്ന പല നിലപാടുകളിൽ നിന്നും അദ്ദേഹം പിന്മാറുന്നു എന്നുള്ളത്. അദ്ദേഹം വിനയാന്വിതനായി നിൽക്കുന്നു, ക്ഷമയോടെ നിൽക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഇനി വരാനിരിക്കുന്ന രാഷ്ട്രീയ പ്രതികരണങ്ങൾ കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അത്തരത്തിലൊരു കൺക്ലൂഷൻ എത്താൻ കഴിയൂ. വരും ദിവസങ്ങളിൽ അദ്ദേഹം എന്താണ് പറയാൻ പോകുന്നത് എന്നൊക്കെ. VD സതീശൻ, നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ ഒരു പ്രതികരണത്തെ വളച്ചൊടിച്ചുകൊണ്ടാണ്. ഒരിക്കലും UDF അധികാരത്തിൽ വരാൻ പോകുന്നില്ല, കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന കാര്യം ആലോചിക്കുകയേ വേണ്ട എന്ന് വെള്ളാപ്പള്ളി നടേശൻ കൃത്യമായി പറഞ്ഞതിന് ശേഷവും അദ്ദേഹം പറഞ്ഞത്, വെള്ളാപ്പള്ളി നടേശൻ ഇപ്പൊ പറയുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നാണ് പറയുന്നതിനാൽ അതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ഒരു കളവ് പറയാനും ആ കളവ് പറഞ്ഞതിൽ നിന്ന് തന്നെ ആ കളവിൽ തന്നെ നിലനിൽക്കാനും അതിനെ വ്യാഖ്യാനിക്കാനും ശ്രമിച്ചുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കാൻ പറ്റൂ എന്നാണ് VD സതീശൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ നിലപാടിൽ ഇതിന് മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് വരും കാലങ്ങളിലാണ്, വരും ദിവസങ്ങളിലാണ് നാം മനസ്സിലാക്കേണ്ടത്. സമുദായ സംഘടനകൾ ഒരു പരിധിക്കപ്പുറം രാഷ്ട്രീയത്തിൽ ഇടപെടുമ്പോൾ ആ രാഷ്ട്രീയത്തിൽ ഇടപെടരുത് എന്ന് പറയാനുള്ള ആർജവം കോൺഗ്രസിലെ പല നേതാക്കളും മുൻപ് കാണിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങനെ പറയുകയും പിൻവാതിലൂടെ വർഗീയ സംഘടനകളുമായി, ഇപ്പോ നേരത്തെ ഇവിടെ ആരും സൂചിപ്പിച്ചതുപോലെ രമേശ് ചെന്നിത്തല RSS ആണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ
സംഘിത്തല എന്ന് കോൺഗ്രസിനകത്ത് നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ വിളിച്ചിരുന്നെങ്കിൽ ഇപ്പോ അതിനേക്കാൾ കൃത്യമായി ദൃഢമായ ബന്ധം RSSുമായി അല്ലെങ്കിൽ ഹിന്ദുത്വ വർഗീയതയുമായി ചേർന്ന് നിൽക്കാൻ കഴിയുന്ന ഗോൾവൽക്കറുടെ ഫോട്ടോക്ക് മുമ്പിൽ കൈകൂപ്പി നിൽക്കുന്ന ഒരാളായി VD സതീശൻ അദ്ദേഹത്തെ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കോൺഗ്രസ് വന്നുപെട്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഓരോ പ്രദേശത്തിനനുസരിച്ച് നിലപാടുകൾ മാറ്റേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൃത്യമായ രാഷ്ട്രീയം പറയാതെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ അവിടെ SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ വേണം. എന്നാൽ എറണാകുളത്ത് എത്തുമ്പോൾ അവിടെ മുസ്ലിം വിരുദ്ധത പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കാൻ മുനമ്പത്തെത്തുമ്പോൾ മുസ്ലിം വിരുദ്ധമായ രാഷ്ട്രീയമാണോ അവിടെ പറയേണ്ടത് എന്ന നിലയിൽ അവർ തന്നെ വലിയ ആശയക്കുഴപ്പത്തിലാണ്. ഓരോ നേതാക്കൾ അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവരുടെ സീറ്റ് ഉറപ്പിക്കുന്നതിനനുസരിച്ച് അവരുടെ ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് സീറ്റ് വാങ്ങിക്കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പിൽ പല തരത്തിലുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ ആശയക്കുഴപ്പം UDFനകത്തും കോൺഗ്രസിനകത്തും ഉണ്ടായിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? കൃത്യമായ രാഷ്ട്രീയം ഇല്ലാത്തത് കൊണ്ടാണ്. ഇപ്പോ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി RSSനെതിരെ അല്ലെങ്കിൽ BJPയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു നിലപാടെടുക്കും. BJPയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി കോൺഗ്രസിന് വോട്ട് ചെയ്യണം. ഇതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആകെ പറയാനുള്ളത്. ഇതേ നിലപാട് തന്നെയാണ് പാലക്കാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ. BJPയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങളാണ് കഴിഞ്ഞ തവണ ജയിച്ചത്, അതുകൊണ്ട് BJP 2ാം സ്ഥാനത്തുണ്ട്. ആ BJPയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. അതിനുവേണ്ടി ആരുടെ അടുത്ത് പോകാനും അവർക്ക് മടിയില്ല. ഞാൻ ചോദിക്കുന്നത്, ആ നിലപാട് പറഞ്ഞുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് വിജയിച്ചതുപോലെ ഇതുപോലെ ഒരു രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് BJPയെ പരാജയപ്പെടുത്താൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം, ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ കഴിയുമെന്ന് കോൺഗ്രസ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഏത് രാഷ്ട്രീയമാണ്, എന്താണ് അതിന് പിന്നിലുള്ള ചേതോവികാരം എനിക്ക് മനസ്സിലാകുന്നില്ല. BJP വിജയിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ BJPക്കെതിരെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ചില മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും ആ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ രാഷ്ട്രീയം തന്നെയാണോ വരും കാര്യങ്ങളിൽ ഇവർ പറയാൻ പോകുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഓരോ പ്രദേശത്തിനനുസരിച്ച് അവർ തന്നെ ആശയക്കുഴപ്പത്തിലാകുന്നതിന്റെ ഭാഗമായിട്ടാണ് പലതരത്തിലുള്ള രാഷ്ട്രീയം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾ മനസ്സിലാക്കും. അതോടൊപ്പം തന്നെ കോൺഗ്രസിനകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ മനസ്സിലാക്കുന്നത്, മുഖ്യമന്ത്രി ആരാകും എന്നതുമായി ബന്ധപ്പെട്ട തർക്കമല്ല കോൺഗ്രസിനകത്ത്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അടക്കം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറെ കാലമായി സംഘടന പുനർസംഘടനയിലും മറ്റു കാര്യങ്ങളിലും VD സതീശന്റെ ഏകാധിപത്യ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആളുകളെ പാർട്ടി സ്ഥാനങ്ങളിൽ വെക്കുന്ന കാര്യത്തിലാണെങ്കിലും യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ ഓരോ കാര്യങ്ങളിലും VD സതീശൻ അദ്ദേഹത്തിന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കനുസരിച്ച്, വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് ആളുകളെ ഓരോ സ്ഥലത്ത് ഇങ്ങനെ പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞാൻ പറയുന്ന ആളുകൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകണം എന്ന നിലയിലുള്ള ഒരു വിലപേശാനുള്ള ഒരു അവസരമായിട്ടാണ് ഇത്തരത്തിലുള്ള വിവാദങ്ങളും ഇത്തരത്തിലുള്ള വാദപ്രതിവാദങ്ങളും നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് അധികാരത്തിൽ വരുമെന്ന ഒരു ധാരണയും ഒരു തോന്നലും കോൺഗ്രസിന് ഈ അടുത്ത കാലത്ത് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആളാണ് KC വേണുഗോപാൽ. അതുകൊണ്ടാണ് അദ്ദേഹം ഈ വിഷയത്തിലൊന്നും ഇടപെടാത്തത്. ഇനി എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടെങ്കിൽ ഇത്തവണ കൂടി ഈ നേതൃത്വം പരാജയപ്പെടുമ്പോൾ VD സതീശന്റെയും അതുപോലെ K സുധാകരന്റെയും നേതൃത്വം ഇത്തവണ കൂടി കേരളത്തിൽ പരാജയപ്പെടുമ്പോൾ ഒരു പുതിയ നേതൃത്വം എന്ന നിലയിൽ KC വേണുഗോപാലിന് കേരളത്തിലേക്ക് വരാനുള്ള ഒരു സാധ്യത കാത്തിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ മുഖ്യമന്ത്രി ആകാൻ UDF നേതാക്കൾക്ക് ഏതെങ്കിലും ഒരു ആഗ്രഹമുണ്ടെന്നോ ഇത്തവണ അങ്ങനെ സാധിക്കും എന്നൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നതായിട്ട് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരു ധാർഷ്ട്യവും ഏകാധിപത്യവും. ശ്രീ A. സജീവൻ, ഇവിടെ ഇപ്പോൾ ചെന്നിത്തലയിലേക്ക് വീണ്ടും നമ്മൾ മടങ്ങി വരുമ്പോൾ NSS ആണ് ആദ്യമായി ഈ നിലയിൽ, അതിനെ നമുക്ക് പിന്തുണ എന്ന് തന്നെ വ്യാഖ്യാനിക്കാം, അങ്ങനെ NSS ആണ് മുന്നിലേക്ക് വരുന്നത്, അതാണല്ലോ ഈ ചർച്ചകൾക്ക് തന്നെ തുടക്കം കുറിക്കുന്നത്. പക്ഷേ നോക്കൂ, ഇവിടെ ഇപ്പോൾ നമ്മൾ NSSന്റെയും SNDPയുടെയും പിന്തുണ ചെന്നിത്തലയ്ക്ക് പോസിറ്റീവ് ഫാക്ടർ ആകുന്നു എന്നാണ് വിലയിരുത്തുന്നതെങ്കിൽ, കാലങ്ങൾക്ക് മുൻപ് ഇതേ NSS ബ്രാൻഡിങ് എനിക്ക് വലിയ ഹൃദയവേദന ഉണ്ടാക്കുന്നുവെന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള ആൾ കൂടിയാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ ഈ രണ്ട് നിലപാടുകൾ തമ്മിലുള്ള ഒരു വ്യത്യസ്ത അഭിപ്രായമുണ്ട്. അന്ന് ചെന്നിത്തല ഒരു മാധ്യമത്തിന് നൽകിയ, ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ എന്നെ ഇങ്ങനെ നായരായി ബ്രാൻഡ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു, ഞാൻ നായരാണ്, ഈഴവനാണ്, മുസ്ലിമാണ്, ക്രൈസ്തവനാണ്, ഞാൻ സെക്കുലറാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞൊരു രമേശ് ചെന്നിത്തല നമുക്ക് മുന്നിലുണ്ട്. അതൊരു ഭാഗത്ത് നിൽക്കട്ടെ. അപ്പോൾ അവിടെയാണ് വീണ്ടും NSS പിന്തുണ വരുന്നത്.
അപ്പോൾ മറുചേരിയിൽ വി.ഡി. സതീശൻ അടക്കമുള്ളവർക്ക് ഈ നിലയിൽ രാഷ്ട്രീയത്തിൽ നിന്നും മതസംഘടനകളെ പുറകിൽ അതിന് വെളിയിൽ നിർത്താനുള്ള ഒരു ശ്രമം, അങ്ങനെ ഒരു ആംഗിൾ കൂടി കൊണ്ടുവരാമല്ലോ. അപ്പോൾ പണ്ടൊരിക്കൽ ഇതേ ബ്രാൻഡിംഗ് അനുഭവിച്ചിട്ടുള്ള ചെന്നിത്തല അതേ പരിഗണനയിൽ തിരിച്ചു വരുമ്പോൾ എളുപ്പമല്ലേ വാസ്തവത്തിൽ വി.ഡി. സതീശൻ പക്ഷത്തിന് ചെന്നിത്തലയെ വന്നതിനേക്കാൾ വേഗത്തിൽ പുറത്തേക്ക് ചവിട്ടിയെറിയാൻ? അല്ല, പലപ്പോഴും സമുദായ നേതാക്കന്മാർ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക എന്ന് പറയുന്നത് കോൺഗ്രസിന് പലപ്പോഴും പറ്റാത്തൊരു കാര്യമാണ്. ഈ കാര്യമായിട്ടുള്ള ശ്രമം അടുത്ത കാലത്ത് നടത്തിയുള്ള വി.ഡി. സതീശനാണ്. സമുദായ നേതാക്കന്മാരുടെ തിണ്ണ നിരങ്ങില്ല എന്ന നിലപാടെടുത്തു. പക്ഷേ അത് വി.ഡി. സതീശന് ഈ ഇത്തരം ഘട്ടങ്ങളിൽ വന്നപ്പോൾ, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ഘട്ടത്തിൽ എത്തിയപ്പോൾ വലിയ തിരിച്ചടിയായിട്ട് മാറി. കോൺഗ്രസ്സുകാർ ഇത് ഈ NSS ആണെങ്കിലും SNDP യോഗമാണെങ്കിലും അവർ പിന്തുണച്ചുകൊണ്ട് UDF കോൺഗ്രസോ ജയിച്ച് മുന്നേറിക്കാൻ പോകുന്നുള്ളൊരു തോന്നലൊന്നും സാധാരണ രീതിയിൽ ഉണ്ടാവേണ്ടതാണ്. രാഷ്ട്രീയം അറിയുന്ന ആളുകൾക്കൊക്കെ അറിയാം. ഈ രണ്ട് സംഘടനകളും NSS ആണെങ്കിലും SNDP യോഗമാണെങ്കിലും രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് UDFിനോടൊപ്പം നിന്ന ആളുകളാണ്. ഇതേ വളരെ ശക്തമായിട്ട് രാഷ്ട്രീയ ശക്തികളായിട്ട് ഞങ്ങളിതാ ശക്തി തെളിയിക്കാൻ പോകുന്നു എന്ന നിലയിലായിരുന്നു പണിക്കരുടെ കാലത്ത് ഒക്കെ ഇത്തരത്തിൽ NSS ശ്രമിച്ചിരുന്നു, അതേപോലെ SNDP യോഗവും. എന്നിട്ട് എന്തുണ്ടായി? ആ രണ്ട് പാർട്ടികൾ, ഈ സമുദായ സംഘടനകൾ രൂപീകരിച്ച് രണ്ട് പാർട്ടികളും പെട്ടെന്ന് ഒന്ന് ഉപ്പ് വെച്ച കലം പോലെ പെട്ടെന്ന് ഇല്ലാതായി തീരുന്നൊരവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പം അതുകൊണ്ട് അവർ വിചാരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു മുന്നണിയെ, ഏതെങ്കിലും ഒരു പാർട്ടിയെ അധികാരത്തിൽ എത്തിക്കാൻ കഴിയില്ല. പിന്നെ പിന്തുണ കൊടുക്കാം, ഈ പിന്തുണ ഒക്കെ പ്രഖ്യാപിക്കാം, അതിൽ കുറച്ചൊക്കെ വോട്ടൊക്കെ അവർക്ക് കിട്ടും. നമുക്കറിയാവുന്ന പോലെ വളരെ കൃത്യമായിട്ടും NSSൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും NSSൻ്റെ പ്രവർത്തകരായിട്ടുള്ള സജീവ പ്രവർത്തകരായിട്ടുള്ള ആളുകൾ പോലും കോൺഗ്രസ്സുകാരുണ്ട്, BJPക്കാരുണ്ട്, CPMകാരുണ്ട്, പല രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട ആളുകളുണ്ട്. അതേപോലെ തന്നെ SNDP യോഗത്തിൽ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിനനുസരിച്ച് വോട്ട് ചെയ്യുന്ന ആളുകളാണെന്ന് അതിനകത്തുള്ളതെന്ന് ചോദിച്ചാൽ തെറ്റായ ധാരണയാണ്. അവർ ഒരുപക്ഷെ SNDP യോഗത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുമിച്ചുണ്ടാകും, പക്ഷേ അവരുടെ രാഷ്ട്രീയം വേറെ വേറെയാണ്. പ്രത്യേകിച്ച് 90% ആളുകളും ഇടതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളാണ്. അപ്പോൾ അവിടെയൊന്നും വെള്ളാപ്പള്ളി നടേശന് ഇന്ന ആൾക്ക് വോട്ട് ചെയ്യുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പരീക്ഷണം നടത്തിയിട്ട് പരാജയപ്പെട്ട പ്രസ്ഥാനങ്ങളാണ് ഈ NSSും SNDP യോഗവും. പക്ഷേ കോൺഗ്രസ്സുകാർക്ക് പ്രത്യേകിച്ചുള്ളത് ഏതെങ്കിലും സാമുദായിക സംഘടനകളുടെ പിന്തുണ ഉണ്ടാകുമ്പോൾ താക്കോൽ സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ഓട്ടത്തിൽ അതൊരു ഗുണം ചെയ്യുന്നുള്ള ധാരണ പൊതുവേ ഉണ്ട്. അങ്ങനെയാണ് രമേശ് ചെന്നിത്തല NSSുമായിട്ട് വളരെയധികം ഒട്ടി നിന്നിരുന്നത്. അവരുടെ പ്രിയപുത്രനായിട്ട് കുറേ കാലം ഉണ്ടായിരുന്നു. പക്ഷേ പിൽക്കാലത്ത് അദ്ദേഹത്തിനൊരു ഭാരമാകുന്നു, മറ്റുള്ള ആളുകളിൽ നിന്നുള്ള പിന്തുണ കുറയുന്നു, അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല, അവർ ശത്രുക്കളാകുന്നു എന്നൊരു തോന്നൽ വന്നപ്പോഴാണ് അദ്ദേഹം ആ രീതിയിൽ പ്രതികരിച്ച. അപ്പോഴാണ് NSS അദ്ദേഹത്തിന് കൈയൊഴിഞ്ഞത്. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ വി.ഡി. സതീശൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞല്ലോ ഞാൻ ഇത്തിരി തിണ്ണ തരങ്ങില്ല എന്ന്. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിന് പാർട്ടിയിലൊക്കെ മുന്നേറാൻ പറ്റി. പക്ഷേ എപ്പോൾ വി.ഡി. സതീശൻ്റെ പ്രശ്നം എന്ന് പറയുന്ന എല്ലാ സമുദായ സംഘടനകളും NSS മാത്രമല്ല, SNDP യോഗം മാത്രമല്ല, മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ തനിക്കെതിരായിട്ട് മാറുന്നൊരവസ്ഥയുണ്ടായി. പ്രത്യേകിച്ച് മുസ്ലിം സംഘടനകൾ എതിരാകുമ്പോൾ അത് വലിയൊരു നെഗറ്റീവ് പോയിൻ്റായിട്ട് മാറും. നേരത്തെ പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തലയുടെ ഏറ്റവും വലിയ പ്രശ്നം, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അദ്ദേഹം സംഘിയാണ് എന്ന് ഉള്ളൊരു പ്രചരണം. അത് കോൺഗ്രസിനകത്തു നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹത്തിന് വലിയ മനപ്രയാസം ഉണ്ടാക്കിയതായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് കൃത്യമായിട്ട് അറിയാം. അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് മുസ്ലിം പക്ഷത്തിന് അനുകൂലമായിട്ടുള്ള കുറേ ലേഖനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അവരുടെ വേദികളിൽ സജീവമായിട്ട് പങ്കെടുക്കാൻ, ബോധപൂർവ്വം പങ്കെടുക്കാൻ. അത് ഈ സംഘിപ്പട്ടം ഒഴിവാക്കി കിട്ടാൻ കാണുമ്പോൾ ഇപ്പോൾ ഈ രൂപപ്പെട്ടു വരുന്ന ചെന്നിത്തലയെ കുറിച്ചുള്ള സംസാരമുണ്ടല്ലോ, അത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറുമോ? കാരണം ഈ നിലയിലാണ് രമേശ് ചെന്നിത്തല പലതവണ ഇപ്പോൾ താങ്കൾ പറഞ്ഞ തരത്തിൽ സംഘിപ്പട്ടം അദ്ദേഹത്തിന് ചാർത്തി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നും പുറത്തു വരാൻ ചെന്നിത്തല നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ നമുക്കറിയാവുന്നതാണ്. മാത്രമല്ല ഒരു അഭിമുഖത്തിൽ അദ്ദേഹം ഈ നിലയിൽ പറയുന്നുണ്ട്, മമതാ ബാനർജിയെ പോലുള്ള നേതാക്കളെ വളർത്തിക്കൊണ്ടുവന്ന നേതാവാണ് ഞാൻ, അല്ലെങ്കിൽ ആളാണ് ഞാൻ, എന്നെ തീരെ ചെറിയ ആളായി കണക്കാക്കരുത് എന്ന് കോൺഗ്രസിനോട് പറയുന്നുണ്ട്. അപ്പോൾ അന്ന് ഈ സംഘിപ്പട്ടത്തിന്റെ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കോൺഗ്രസ്സുകാരാണ് എന്നുള്ളത് രമേശ് ചെന്നിത്തല ഒരു ഘട്ടത്തിലും പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ തരത്തിൽ NSS ലേബൽ, നായർ ലേബൽ കൊടുത്തതും
കോൺഗ്രസ്സുകാരാണ് എന്നുള്ളത് രമേശ് ചെന്നിത്തല പൂർണ്ണമായി തള്ളിക്കളഞ്ഞിട്ടില്ല. അദ്ദേഹം അതൊക്കെ പറയാതെ പറയുന്നുണ്ട്, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെയാണ് അങ്ങനെയുള്ള ഇടപെടലുകൾ തനിക്കെതിരെ ഉണ്ടായതെന്ന്. അപ്പോൾ അത് ഇപ്പോഴും ഉണ്ടാകാമല്ലോ. ഈ 5 വർഷക്കാലം കൊണ്ട് ചെന്നിത്തലയ്ക്ക് അനുകൂലമായ ഒരു പൊളിറ്റിക്കൽ ഗ്രൗണ്ട് കോൺഗ്രസിനുള്ളിൽ വളർന്നിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, രമേശ് ചെന്നിത്തലയോടുള്ള പ്രത്യേക താല്പര്യത്തെക്കാൾ കൂടുതൽ വി.ഡി. സതീശൻ കുറച്ചു കാലമായിട്ട് നമുക്കറിയാം, അദ്ദേഹം കെ പി സി സി പ്രസിഡൻറ്റുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചില പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിട്ടുള്ള ഈ പോരാട്ടം, ഇതൊക്കെ ഉണ്ടാക്കി തീർക്കുന്ന കാര്യം, അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലുള്ള പ്രശ്നങ്ങൾ, അദ്ദേഹം പലപ്പോഴും മറ്റുള്ള ആളുകളുമായിട്ട് കൂടിയാലോചന നടത്തേണ്ട വിഷയങ്ങളിൽ പോലും കൂടിയാലോചന നടത്താതെ തന്നിഷ്ടപ്രകാരം ചില അഭിപ്രായങ്ങൾ പറയും. അതാണ് മുനമ്പത്തുണ്ടായിട്ടുള്ളത്. മുനമ്പം എന്ന് പറയുന്ന പ്രശ്നം അദ്ദേഹം മനസ്സിലാക്കേണ്ട, അദ്ദേഹം ശരിയായ രീതിയിലൊരു രാഷ്ട്രീയ നേതാവാണ് എങ്കിൽ തന്ത്രപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു. പക്ഷേ അതിന് പകരം അദ്ദേഹം ആരോടും ചോദിക്കാതെയാണ് പറഞ്ഞത് വഖഫ് ഭൂമിയല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് അപ്പോഴത്തെ ഉപതെരഞ്ഞെടുപ്പിൽ കിട്ടേണ്ട ചില കാര്യങ്ങൾ, ചേലക്കര കൂടി വിജയിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള തന്ത്രത്തിൻ്റെ ഭാഗം കൂടിയായിരുന്നു അത്. പക്ഷേ അത് പാളിപ്പോയി. മാത്രമല്ല, കുറച്ച് സമയത്തൊക്കെ സാദിഖ് അലി തങ്ങളോ അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയൊക്കെ മിണ്ടാതിരുന്നു. പക്ഷേ അതിനകത്തുള്ള ഷാജിയെപ്പോലുള്ള ആളുകൾ വെറുതെ ഇരിക്കില്ല. കാരണം മുസ്ലിം ലീഗിനകത്ത് അതൊരു വലിയ പുകച്ചിലായിട്ട് മാറിയിരുന്നു. കോൺഗ്രസിനകത്ത് പോലും നമ്മൾക്ക് എം ഹസനെ പോലെ UDFൻ്റെ കൺവീനർ പരസ്യമായി പറഞ്ഞില്ലേ, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമായിരിക്കും, അത് UDFൻ്റെ അഭിപ്രായമല്ല എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു പ്രതിപക്ഷ നേതാവ് ഒരു നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ അതറിയാതെ ഒരു നാക്കുപിഴ കൊണ്ടുണ്ടാവുന്നതല്ല. സതീശൻ അത് 3, 4, 5 തവണ ആവർത്തിക്കുന്ന നമ്മൾ കേട്ടതാണ്. മുനമ്പം പ്രശ്നത്തെ പറയുമ്പോൾ അവിടെ വഖഫ് ഭൂമിയല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ആലോചിച്ച് അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യത്തിൽ പറഞ്ഞതായിരിക്കും. ഒരു പക്ഷേ ചേലക്കര കൂടി പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കും. പക്ഷേ അത് കോൺഗ്രസിനകത്ത് പോലും ശത്രുതയുണ്ടാക്കി അദ്ദേഹത്തിന്. അപ്പോൾ അങ്ങനെ തന്നിഷ്ടപ്രകാരം പോകുന്ന ഒരു വി.ഡി. സതീശനോടുള്ള എതിർപ്പിൻ്റെ ഭാഗം കൂടി ഇതിനോട് ചേരും. അവിടെയാണ് രമേശ് ചെന്നിത്തല അത് തന്ത്രപരമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിന് നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം പലപ്പോഴും ഈ ശശി തരൂർ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം എടുത്ത നിലപാടറിയാം. പരസ്യമായിട്ട് പ്രചരണത്തിന്, ഖാർഗയ്ക്ക് വേണ്ടി പ്രചരണത്തിനുണ്ട് ഇറങ്ങിയിട്ടുള്ള ആളാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം ഗാർഗയാണ് ജയിക്കാൻ പോകുന്നത്, പാർട്ടി പ്രസിഡൻ്റ് ആയാൽ തനിക്ക് അനുകൂലമായിട്ട് നിലപാടെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നറിയാം. അദ്ദേഹം വളരെ കൃത്യമായിട്ട് 2021 പറഞ്ഞ പോലെ ഞാൻ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ നിന്നും ഞാൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും ഞാൻ പിന്മാറില്ല എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല അതിനുമുള്ള ചരടുവലികൾ മുന്നോട്ടേക്ക് നീക്കി. അത് ഈ ഘട്ടത്തിലൊക്കെ ഈ NSSൻ്റെ കൂടി പിന്തുണ, SNDP യോഗത്തിൻ്റെയൊക്കെ ഒരു അനുകൂല മനോഭാവം ഉണ്ടാക്കി തീർത്തിട്ട് വി.ഡി. സതീശനേക്കാൾ കൂടുതൽ ഈ പരിഗണിക്കപ്പെടേണ്ടയാൾ ഞാനാണ് എന്ന് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തുക. വിജയിക്കുമോ ഇല്ലയോ നമുക്കറിയില്ല. പക്ഷേ ആ ശ്രമമാണിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ സത്യത്തിൽ വി.ഡി. സതീശ് നല്ല ഭയമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ രീതിയിൽ പ്രതികരിച്ച് രമേശ് ചെന്നിത്തലയെ വിളിച്ചു കഴിഞ്ഞാൽ നേട്ടം കോൺഗ്രസിനാണല്ലോ, വെള്ളാപ്പള്ളി നടേശൻ പറയുന്നതിൽ സത്യമുണ്ട് എങ്കിൽ അത് തിരുത്താൻ തയ്യാറാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ വി.ഡി. സതീശൻ സത്യത്തിൽ ഈ നീക്കത്തെ ഭയക്കുന്നു എന്നാണ് എനിക്ക് ബോധ്യപ്പെടുന്നത്. ശരി, ഞാൻ മടങ്ങി വരാം. ശ്രീ രാജേന്ദ്രൻ പന്തളം, ഈ സാമുദായിക നേതാക്കളുടെ ഇംഗിതത്തിനനുസരിച്ചാണോ രാഷ്ട്രീയ പാർട്ടികൾ തീരുമാനമെടുക്കേണ്ടത് എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ഒരു ചോദ്യമാണ്. പക്ഷേ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർ എത്തിപ്പെട്ടിട്ടുള്ളൊരു ലൂപ്പുണ്ട്. അത് കാലാകാലങ്ങളായി ഉണ്ടായിപ്പോയതാണ്. ആ ചുഴിയിൽ നിന്നും പുറത്തു കടക്കുക എന്നുള്ളത് അവർക്ക് അത്ര എളുപ്പമാണോ? നോക്കൂ, ഇവിടെ ഇപ്പോൾ ചെന്നിത്തല NSSനെ ഉപയോഗിച്ച SNDP ഉപയോഗിച്ചൊക്കെ വരയ്ക്കുന്നൊരു ലക്ഷ്മണ രേഖയുണ്ട്. ആ ലക്ഷ്മണ രേഖയ്ക്ക് പുറത്തു കടക്കാൻ ഈ ഘട്ടത്തിൽ സതീശനാകുകയാണെങ്കിൽ വി.ഡി. സതീശൻ കോൺഗ്രസിൽ അല്പം കൂടി കരുത്തനാകുന്ന കാഴ്ചയാണോ ഭാവിയിൽ കാണേണ്ടി വരിക? അല്ല എന്ന് പറയേണ്ടി വരും. കാരണം അസിത നേരത്തെ നിരീക്ഷിച്ചതുപോലെ സമുദായ നേതാക്കളുടെ തിണ്ണ നിരങ്ങാൻ ഞാനില്ല എന്ന് പറഞ്ഞ വി.ഡി. സതീശന് ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ പറഞ്ഞ ഒരാൾ എന്തുകൊണ്ട് ഇപ്പോൾ നിലപാടിൽ വെള്ളം ചേർക്കും? പോട്ടെ, വിജയദശമി ദിവസത്തിൽ നാഗ്പൂരിൽ RSSൻ്റെ സംഘചാലക് എല്ലാ വർഷവും നടത്താറുള്ള പ്രഭാഷണം പോലെ NSSനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു പ്രഭാഷണ പരമ്പരയാണ് മന്നം ജയന്തി ദിനത്തിൽ അവിടെ പെരുന്നയിൽ നടത്തുന്ന ഈ പ്രഭാഷണ പരമ്പര. ആയിക്കോട്ടെ, അവർ നടത്തിക്കോട്ടെ, രമേശ് ചെന്നിത്തല പങ്കെടുത്തോട്ടെ, നമുക്കതിൽ വിരോധമൊന്നുമില്ല. പക്ഷേ ഒരു സമുദായ നേതാവ് മുഖ്യമന്ത്രിയാവാൻ യോഗ്യനായ ആൾ ഇദ്ദേഹമാണ് എന്ന അഭിപ്രായം പറയുമ്പോൾ അത് ഒരു സമുദായ നേതാവിൻ്റെ, ശരിക്കും പറഞ്ഞാൽ പിണറായി വിജയൻ പണ്ട് പറഞ്ഞത്
ഒരു ജാതി സംഘടനയുടെ നേതാവ് മുഖ്യമന്ത്രിയാവാൻ യോഗ്യനായാൽ ഇന്നാളാണ്. എല്ലാവർക്കും അവരുടെ അഭിപ്രായം പറയാം. പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ അത് രാഷ്ട്രീയത്തിൽ ഒരു കൈകടത്തലല്ലേ? രാഷ്ട്രീയത്തിലേക്ക് ഒരു കൈകടത്തൽ അല്ലേ? കാരണം പ്രത്യേകിച്ചും BDJS എന്ന് പറയുന്നത് തങ്ങളുടെ സംഘടനയല്ല, SNDPയുടെ സംഘടനയല്ല എന്ന് പറയുന്ന ഒരു SNDP നേതാവ്, മുഖ്യമന്ത്രി പദത്തിന് പറ്റിയ ആൾ ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ കാര്യങ്ങൾ പറയാൻ യോഗ്യനായ ആൾ ഇദ്ദേഹമാണ് എന്നൊക്കെ പറയുമ്പോൾ അതൊരു കൈകടത്തലാവുന്നില്ലേ? തീർച്ചയായും. അപ്പോൾ എന്തുകൊണ്ട് VD സതീശൻ തൻ്റെ പഴയ പല്ലവിയായ സമുദായ സംഘടനകളുടെ, വ്യക്തികളുടെ അല്ല, സംഘടനകളുടെ തിണ്ണ നിരങ്ങാൻ ഞാനില്ല എന്നുള്ള ആ നിലപാടിൽ ഉറച്ചു നിൽക്കാൻ കഴിയാതെ വരുന്നു? അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സാമുദായിക സംഘടനകളുടെ, ജാതി സംഘടനകളുടെ പിന്തുണയില്ലാതെ ഒരംഗം ജയിക്കാൻ അവർക്ക് കഴിയുകയില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവും അതുപോലെ തന്നെ VD സതീശൻ്റെ ഒരു അടവു നയത്തിൻ്റെ ബഹിസ്ഫുരണവുമാണ് ഇത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ട ഒരു ഒബ്സർവേഷൻ ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ തുടർന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് അവരുടെ വലിയൊരു ക്യാച്ചായിരുന്നല്ലോ സന്ദീപ് വാര്യർ എന്ന് പറയുന്നത്. BJPയിൽ നിന്ന് അവർ വലവീശിയെടുത്ത സന്ദീപ് വാര്യർ എന്ന് പറയുന്ന ഖനി വർഗീയതയുടെ പ്രഘോഷണങ്ങൾ അതുവരെ നടത്തി എന്ന് കോൺഗ്രസ് തന്നെ ആരോപിച്ചിരുന്ന ആ വ്യക്തിയെ അവർ ജ്ഞാനസ്നാനം നടത്തി കൊണ്ടുവന്ന് എങ്ങോട്ടാണ് കൊണ്ടുപോയത്? പാണക്കാട് തങ്ങളുടെ വീട്ടിലേക്ക് പോയി അവിടെ നമസ്കരിക്കാനാണ് കൊണ്ടുപോയത്. അത് ഏത് തരത്തിലുള്ളൊരു സന്ദേശമാണ് അവിടെ നൽകുന്നത്? അദ്ദേഹം ഒരു വർഗീയത വെടിഞ്ഞിട്ട് മറ്റൊരു വർഗീയതയിലേക്ക് തിരിഞ്ഞു എന്നുള്ളല്ലോ. ആ സന്ദേശമല്ലേ അവിടെ, തെറ്റായ സന്ദേശമല്ലേ അവിടെ നൽകുന്നത്? ഇതാണോ മതേതരത്വത്തിൻ്റെ പ്രഘോഷകരായ ആളുകളിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? അപ്പോൾ ഏത് ജാതിയോടായാലും ഒരു ജാതിയോട് മാത്രമല്ല മറ്റൊരു ജാതിയോടും ചേരുകയില്ല. ഒരു മതത്തിൻ്റെ സംഘടനയുമായിട്ട് ചേരത്തില്ല, മറ്റൊരു മതത്തിൻ്റെ സംഘടനയുമായിട്ട് ചേരത്തില്ല എന്നുള്ള നിലപാടുകളുടെ ഒരു തെറ്റായ സന്ദേശം അല്ലേ, അതിന് വിരുദ്ധമായിട്ടുള്ളൊരു സന്ദേശമല്ലേ അവിടെ നടക്കുന്നു? അത്ര പ്രാധാന്യം കൊടുക്കുമ്പോൾ തീർച്ചയാണ് ശരിയായിട്ടും സമുദായ സംഘടനകളും ഈ നമ്മുടെ ഈ രാഷ്ട്രീയത്തിൽ, കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു പങ്ക് വഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അവിടെ നമുക്ക് പ്രായോഗികമായിട്ടുള്ള ചില സമീപനങ്ങൾ ചിലപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗതമായി അത് സ്വീകരിക്കുന്നത് കൊണ്ട് സ്വീകരിക്കേണ്ടതായിട്ട് വരാം. പക്ഷേ ഇത് പച്ചയായ സന്ദേശം തെറ്റായ സന്ദർഭങ്ങളിൽ നൽകുമ്പോൾ അത് തൻ്റെ ആദ്യത്തെ നിലപാട് സമുദായ സംഘടനകളുടെ തിണ്ണ നിരങ്ങാൻ ഞാനില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടിൽ വെള്ളം ചേർക്കലാകുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ബോധ്യം ആക്കുന്നതാണ്. പിന്നെ ഇതിവിടെ പറഞ്ഞതുപോലെ ഇത് മുഖ്യമന്ത്രിമാരുടെ തമ്മിലുള്ള മത്സരമല്ല, കുറേ സീറ്റുകൾ നേടാൻ വേണ്ടി ഗ്രൂപ്പുകൾക്ക് സീറ്റുകൾ നേടാൻ വേണ്ടിയിട്ടുള്ള മത്സരമാണ്. ഈ ഗ്രൂപ്പുകൾ തന്നെയാണ് കോൺഗ്രസിനെ കേരളത്തിൽ ശിഥിലമാക്കിയതും എപ്പോഴും പരാജയപ്പെടുത്തിയതും. വളരെ വ്യക്തമാണ്. അങ്ങനെ ഗ്രൂപ്പുകളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു വന്ന നേതാക്കൾ പിന്നീട് സ്വയം ഗ്രൂപ്പുകളായി മാറുന്നതാണല്ലോ ഇപ്പോഴുള്ള പ്രതിസന്ധി. ശ്രീ എ സജീവൻ നോക്കൂ, 2026 പ്രൊജക്ഷൻ അത് ഈ നിലയിലാകും എന്നുള്ളതാണോ നമ്മൾ കരുതേണ്ടത്? LDF ഇതിനോടകം തന്നെ ചിട്ടയായ ഒരു പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നുണ്ട്, അവർക്ക് തുടർഭരണം ഉറപ്പാണ്. പക്ഷേ മറുചേരി വീണ്ടും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളിലാകും തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നതിന്റെ സൂചനയാണോ ഇത്? അതിനോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് 2026 കൂടി മാറ്റി നിർത്തപ്പെട്ടാൽ പിന്നീടൊരു അംഗത്തിന് അദ്ദേഹത്തിന് ബാല്യമുണ്ടാകുമോ? ഇല്ല, തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് 2026 മാത്രമാണ് ഒരു അവസരമുള്ളത്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹത്തിന് സാധ്യത വളരെ കുറവാണ്. അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിനൊക്കെ കുറച്ചുകൂടി സീനിയറായിട്ടുള്ള പല നേതാക്കന്മാരിപ്പോൾ തിരശ്ശീലയ്ക്ക് പിറകിലേക്ക് പോയത് നമ്മൾ കണ്ടതാണ്. VM സുധീരനാണെങ്കിലും മുല്ലപ്പള്ളി രാമചന്ദ്രനാണെങ്കിലും ഇങ്ങനെയുള്ള ആളുകളൊക്കെ തിരശ്ശീലയ്ക്ക് പിറകിലേക്ക് പോയി. ഇനി 2026 കൂടി ഒരു അവസരം ഉണ്ടായില്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും ഇതേപോലെ തിരശ്ശീലയ്ക്ക് പിറകിലേക്ക് പോകേണ്ട സാധ്യത വളരെ കൂടുതലാണ്. കാരണം പുതിയ നേതാക്കന്മാർ ആ പാർട്ടിയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇത് അതിനുള്ളൊരു ശ്രമമാണ്. മാത്രമല്ല ഇത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മാത്രമല്ല, ഇത് ഗ്രൂപ്പുകൾ തമ്മിൽ പിടിമുറുക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. കോൺഗ്രസ്സിന് 2026 ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അവർ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാവണം. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഒറ്റക്കെട്ടായിട്ടില്ല പാർട്ടി പോകുന്നത്, മുന്നണിയും പോകുന്നത്. മുന്നണിയിലോ പാർട്ടിയിലൊക്കെ കൃത്യമായിട്ട് ഏകാഭിപ്രായം ഉണ്ടായിട്ട് അതിനെക്കുറിച്ച് പറയും. ഒരു വിഷയം വരുമ്പോൾ, ഇപ്പം മുനമ്പത്തിൻ്റെ കാര്യമാണെങ്കിലും മറ്റേത് കാര്യമാണെങ്കിലും ഒരു വിഷയം വരുമ്പോൾ ഏകാഭിപ്രായം പറയുന്നൊരവസ്ഥ പൂർണ്ണമായിട്ട് ഇല്ലാതാവുന്നു. പരസ്പര ധാരണയോടുകൂടി പോകുന്ന ഒരവസ്ഥ ഇല്ലാതാവും. നമ്മൾ പലപ്പോഴും പണ്ട് കരുണാകരൻ്റെയും AK ആന്റണിയുടെയും കാലത്ത് വളരെ രൂക്ഷമായ പോരാട്ടം നമ്മൾ കണ്ടതാണ്. അങ്ങനെയാണ് ആ AK ആന്റണിയെ തോൽപ്പിക്കാൻ വയലാർ രവി ഇപ്പുറം ചാടിച്ചിട്ട് കരുണാകരൻ പല കളികളും കളിച്ചത്. പക്ഷെ അതിനുശേഷം
ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പിന് നേതൃത്വം ഏറ്റെടുക്കുകയും കരുണാകരന് ശേഷം രമേശ് ചെന്നിത്തല വരികയൊക്കെ ചെയ്തതിന് ശേഷം ഇവർ പരസ്പര ധാരണയോടുകൂടി പോയി. രണ്ട് ഗ്രൂപ്പുകാർക്കും ഏതാണ്ട് പറ്റുന്ന രൂപത്തിൽ പങ്കുവെച്ച് പോകുന്നൊരവസ്ഥയുണ്ടായിരുന്നു. ഇപ്പോഴത് പങ്കുവെപ്പില്ലാതെ ആയിരിക്കുന്നു. KPCC പ്രസിഡന്റ് വലത്തോട്ട് പോകുമ്പോൾ ഈ പ്രതിപക്ഷ നേതാവ് ഇടത്തോട്ട് പോകും, മറ്റൊരാൾ പടിഞ്ഞാറോട്ട് പോകും. ഇങ്ങനെ പലതരത്തിലേക്ക് പല അഭിപ്രായങ്ങളിലേക്ക് പോകുന്നു. ഒരു വിഷയത്തിൽ ഒരഭിപ്രായമില്ലാതെ എല്ലാ ആളുകളും സ്വന്തം അഭിപ്രായം പറയുന്ന ഘട്ടത്തിലേക്ക് പോകുന്നു. അത് കോൺഗ്രസിന് കൂടുതൽ ദുരിതമാണ് ഉണ്ടാക്കുക. ഈ ഒരു തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു LDF വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോകുന്നു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നമുക്കറിയാം ശക്തമായ രൂപത്തിലുള്ള വികാരം ഉണ്ടാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടായിട്ടും ആദ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടിയിട്ട് LDF അധികാരത്തിൽ വരുന്നു, പിണറായി അധികാരത്തിൽ വരുന്നു. അതേപോലെ ഇത്തവണ അന്നുണ്ടായ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെയുള്ള ശക്തമായിട്ടുള്ള പ്രചരണങ്ങൾ പോലും ഇപ്പോഴില്ല. അന്ന് പറഞ്ഞ പോലും മുനയൊടിഞ്ഞു പോയതിൻ്റെ കുറേ കഥകൾ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ഒറ്റക്കെട്ടായിട്ട് പാർട്ടിയും മുന്നണിയും നിൽക്കുക എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാക്കാൻ ഇവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ പ്രതീക്ഷയ്ക്ക് സാധ്യതകളൊന്നുമില്ല. പിന്നെ കിട്ടിയ താക്കോൽ ഏതിൻ്റെ താക്കോലായാലും അത് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ള പിടിവലിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കുറേ കൂടി ഉള്ള സീറ്റുകൾ കൂടി നഷ്ടപ്പെടുത്തുന്ന ഒരവസ്ഥയിലേക്ക് അതിനെ നയിക്കൂ എന്നുള്ളതാണ്. ശ്രീ കെ ഷാനിബ്, ചുരുങ്ങിയ വാക്കുകളിൽ അവസാനിപ്പിക്കണം. നോക്കൂ, ഈ വിധമാണ് കാര്യങ്ങൾ കോൺഗ്രസിലെങ്കിൽ UDF-ലെങ്കിൽ 2026 LDF-നെ സംബന്ധിച്ചിടത്തോളം അല്പം കൂടി എളുപ്പമാകുന്നു എന്നുള്ള വിലയിരുത്തൽ നിങ്ങൾക്കുണ്ടോ ഈ ഘട്ടത്തിൽ? തീർച്ചയായും ഈ കോൺഗ്രസിനകത്ത് നമ്മളൊരു അഭിപ്രായം പറഞ്ഞ് ആ അഭിപ്രായത്തിന് പിന്തുണ കിട്ടണമെങ്കിൽ സംഘടനാപരമായ പിന്തുണക്കപ്പുറത്ത് ജാതി സംഘടനകളുടെ പിന്തുണ ഉറപ്പിക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസിനകത്തെ മുഴുവൻ നേതാക്കളും എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. വരും ദിവസങ്ങളിൽ ഇത് വലിയ കലാപങ്ങൾക്ക് വഴിവെക്കും. അതിനകത്ത് വലിയ സംഘർഷങ്ങൾ ഉണ്ടാകും. ഞങ്ങളൊക്കെ എന്താണോ ആ പാർട്ടിക്കകത്ത് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് വരുന്ന തരത്തിലുള്ള വലിയ പൊട്ടലും ചീറ്റലും വലിയ പ്രശ്നങ്ങൾ, സ്നേഹത്തിന്റെ കട ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു സ്ഫോടനാത്മകമായ ഒരു കടയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വരും ദിവസങ്ങളിൽ പല ആളുകളുടെയും, ഇപ്പോൾ എല്ലാവരും പ്രതികരണം വന്നിട്ടില്ല, പല നേതാക്കളുടെയും പ്രതികരണത്തോടു കൂടി വരും. ആ സാഹചര്യത്തിൽ ഇവിടെ LDF-ന്റെ ഒരു മൂന്നാമത് ഒരു ഗവൺമെന്റ് കൂടി കേരളത്തിൽ വരാനുള്ള എല്ലാ സാധ്യതകളും കൂടുതൽ വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾ ഈ തമ്മിൽ തല്ലുന്ന ഈ ജയിച്ചിട്ട് പോലുമില്ലാത്ത, തെരഞ്ഞെടുപ്പ് പോലും കഴിഞ്ഞിട്ടില്ലാത്ത ഒരു പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇപ്പോൾ തന്നെ അടി നടത്തുന്ന ഒരു പാർട്ടിയെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുക എന്ന തരത്തിലേക്ക് ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ LDF അതിന്റെ അടിത്തറ, LDF അതിന്റെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. CPM അതിന്റെ സമ്മേളനങ്ങളിലൂടെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പരിഹരിച്ചും അത് കൂടുതൽ ജനകീയമായി, കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്ന ഒരു പ്രസ്ഥാനമായി CPM മാറിക്കൊണ്ടിരിക്കുന്നു. CPM വരും ദിവസങ്ങളിൽ അതിന്റെ മറ്റൊരു ജനകീയ മുഖം കൂടി കൂടുതൽ വ്യക്തമായി ജനങ്ങളിലേക്ക് എത്തും. ഒരു സംശയമില്ലാതെ തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും CPM-ന്റെ നേതൃത്വത്തിൽ ഒരു വലിയ മുന്നേറ്റം തന്നെ കേരളത്തിൽ ഉണ്ടാകുമെന്ന കാര്യത്തിൽ വളരെ വ്യക്തമാണ്. ശ്രീ കെ ഷാനിബ്, ഞാൻ ഇടപെടുന്നു സമയപരിമിതി മൂലം. വളരെ നന്ദി. ശ്രീ എ സജീവൻ, രാജേന്ദ്രൻ പന്തളം, കെ ഷാനിബ്, ന്യൂസ് ആൻഡ് വിസിൽ സഹകരിച്ചതിന്.